പ്രിയമുള്ളവരെ, ഇത്തരം ഒരു സംഭാഷണത്തിനായിട്ട് എന്നെ ക്ഷണിച്ച കേരള യുക്തിവാദി സംഘത്തിനോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇന്നിവിടെ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കർമ്മയോഗം എന്നുള്ളതാണ്. എന്താണ് കർമ്മയോഗം? ഈ കർമ്മയോഗം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇന്ത്യ ചരിത്രത്തിലും ഇന്ത്യൻ സമൂഹത്തിലും വർത്തമാന ഇന്ത്യൻ സാഹചര്യങ്ങളിലും ഒക്കെ തന്നെ എന്തൊക്കെ ആഘാതങ്ങളാണ് ഈ സങ്കല്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയെ ആധുനിക കാലത്ത് പോലും എത്രമേൽ നൂറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നൊരു സങ്കല്പമാണ് ഇത് എന്നൊക്കെ വിശദീകരിക്കാനാണ് ഈ ഒരു അവതരണത്തിലൂടെ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണമായിരിക്കും ഇത്. അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഋഗ്വേദം മുതലുള്ള ഒരു ഗ്രന്ഥ സമുച്ചയം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ കർമ്മസങ്കല്പം എന്ന് പറയുന്ന ഒരു ആശയം വളരെ പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. കർമ്മം എന്ന് പറയുന്നൊരു സങ്കല്പം, പുനർജന്മം എന്ന് പറയുന്നൊരു സങ്കല്പം. ഇപ്പോൾ ചിലപ്പോൾ ഈ പുനർജന്മം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്ക് വലിയ തമാശയായിട്ട് തോന്നാമെങ്കിലും ഇന്ത്യയിലെ ബഹുകോടികൾ ഇപ്പോഴും ഈ കർമ്മത്തിലും പുനർജന്മത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ബഹുകോടികൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത് നിഷ്കളങ്കമായി മാത്രം വിശ്വസിക്കുകയല്ല, ആ വിശ്വാസത്തിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്. അതിന് ബ്രാഹ്മണിക്കൽ യുക്തി എന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മണിക്കൽ യുക്തിക്കകത്താണ് ഇതിപ്പോഴും നടന്നു പോരുന്നത് എന്നുള്ളതാണ്. അതിന് ആധുനികമായ ചില പുതിയ കാലത്ത് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് അതിജീവിപ്പിക്കാൻ വേണ്ടി ഹിന്ദുത്വ സന്യാസിമാർ തന്നെ രംഗത്ത് വന്ന് ഈ കർമ്മ സിദ്ധാന്തത്തിന് കൂടുതൽ നവീനമായ ബ്രാഹ്മണിക്കൽ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തു വരുന്നുമുണ്ട്. അപ്പം കർമ്മസങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിൽ നമ്മളെ പിന്തുടരും. അടുത്ത ജന്മത്തിൽ നാം ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന എന്താണ്? ഈ ജന്മത്തിലെ നമ്മുടെ പ്രവർത്തികളും നമ്മുടെ കർമ്മങ്ങളുമാണ്. അതുകൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജന്മം അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ എവിടെ ജനിക്കണമെന്നും നമ്മൾ എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യണമെന്നും നമ്മൾ ഏത് ജാതിയിൽ ജനിക്കണമെന്നും സ്ത്രീയായിട്ട് ജനിക്കണോ പുരുഷനായിട്ട് ജനിക്കണോ പണക്കാരനായി ജനിക്കണോ പാവപ്പെട്ടവനായി ജനിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന എന്താണ്? കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ കർമ്മഫലമാണ് ഈ ജന്മത്തിലെ നമ്മുടെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കർമ്മസിദ്ധാന്തം. അപ്പോൾ ഈ ജന്മത്തിൽ ഒരാൾ ചണ്ടാളനായി പിറക്കുന്നതിന് കാരണം എന്താണ്? അയാൾ കഴിഞ്ഞ ജന്മത്തിൽ വലിയ പാപം ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അയാൾ ആരായി പിറന്നത്? ഒരു ചണ്ടാളനായി പിറന്നിരിക്കുന്നത് എന്നാണ് കർമ്മസിദ്ധാന്തം പറയുന്നത്. തന്നെയല്ല, പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നത് ഈ ഷുഗർ വരാൻ കാരണം എന്താണ്? അത് കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ സ്വർണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ ഷുഗർ വരുന്നത്. അപ്പം ഞാൻ കരുതുന്നത് എന്തായാലും ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്ക് എന്തായാലും ഡയബറ്റിക് പേഷ്യൻസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി അനുസരിച്ച് ഈ കേരള യുക്തിവാദി സംഘത്തിൻ്റെ അംഗങ്ങളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ജന്മം ബ്രാഹ്മണൻ്റെ സ്വർണം അപഹരിച്ചവരാണ്. എന്താണതിന് പരിഹാരം? പരിഹാരം എന്താണ്? അത് തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് തീർത്ഥാടനം നടത്തുക. അപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമായി, ഷുഗർ മാറിയില്ലെങ്കിലും സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇതാണ് ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നിലയ്ക്ക് ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുകയും എല്ലാ സാമൂഹ്യ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥിതിയായി ബ്രാഹ്മണ്യം നമ്മുടെ സമൂഹത്തിൽ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കർമ്മസിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. പത്മപുരാണം 11-ാം അധ്യായം 94-ാമത്തെ അധ്യായം 94-ാമത്തെ സർഗം 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, സർവത്ര കാരണം കർമ്മ ശുഭാശുഭം ന സംശയ. ശുഭവും അശുഭവുമായ എല്ലാറ്റിൻ്റെയും കാരണം എന്താണ്? കർമ്മമാണ്. സംശയമില്ല. ന സംശയ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭകരവും അശുഭകരവുമായ എല്ലാ പ്രവൃത്തിയുടെയും നിദാനം എന്താണ്? അത് കർമ്മമാണ്.
എന്ന് പറയുന്നു. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയും, കർമ്മണ ജായതേ ജന്തു കർമ്മണൈവ പ്രലീയതേ സുഖം ദുഃഖം ഭയം ശോകം കർമ്മേണൈവ പ്രബധ്യതേ. അപ്പം കർമ്മം മൂലമാണ് ഒരു ജന്തു ജനിക്കുന്നത് തന്നെ. കർമ്മേണൈവ പ്രലീയത, കർമ്മത്തിൽ നിന്ന് തന്നെ അയാൾക്ക് പ്രളയമുണ്ടാകുന്നു, നാശമുണ്ടാകുന്നു. സുഖമാകട്ടെ ദുഃഖമാകട്ടെ ഭയമാകട്ടെ, ഇതെല്ലാം എന്ത് നിമിത്തമാണ് ഉണ്ടാകുന്നത്? കർമ്മഫലത്തിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. മത്സ്യപുരാണത്തിൽ പറയും, അന്യം യോനിം പുണ്യ പാപാനുസാരം ഹിത്വാ ഭജതേ രാജസിംഹ പുണ്യാം യോനിം പുണ്യകൃതോ വിശന്തി പാപാം യോനിം പാപകൃതോ വ്രജന്തി. അപ്പോൾ ഒരാൾ പുണ്യകരമായൊരു യോനിയിൽ ജനിക്കണോ പാപയോനിയിൽ ജനിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ തന്നെ കർമ്മഫലമാണ്. അപ്പോൾ ആരാണ് പുണ്യയോനി പാപയോനി എന്നൊക്കെ ഗ്രന്ഥങ്ങൾ നിർവചിച്ചിട്ടുണ്ട്. അത് സമൂഹത്തിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം കൽപ്പിച്ചിട്ടുണ്ട്. അധസ്ഥിത ജനവിഭാഗങ്ങളെയാണ് പാപയോനികൾ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. പുണ്യയോനി ആരാണ്? അത് ത്രൈവർണികരാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ് പുണ്യയോനി എന്ന് പറയുന്നത്. അഗ്നിപുരാണത്തിൽ പറയും, വത്സവത് പ്രാകൃതം കർമ്മ കർത്താരം വിന്ദതി ധ്രുവം. പശുക്കുട്ടി അതിൻ്റെ മാതാവായ പശുവിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പിന്തുടരുന്നത് പോലെ കർമ്മം അതിൻ്റെ കർത്താവിനെ പിന്തുടരുന്നു. ആ ഉദാഹരണം നോക്കിക്കേ. പശുക്കുട്ടി അതിൻ്റെ മാതാവിൻ്റെ പുറകെ ആ മാതാവിനെ തിരിച്ചറിഞ്ഞ് പോകുന്നത് പോലെ കർമ്മം എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഇങ്ങനെ പിന്തുടർന്ന് വരികയാണ്. ഒരു പുതിയ ഉദാഹരണം എടുത്താൽ, ഇപ്പം നമ്മൾ മൊബൈലിൽ ഏതാണോ, ഇപ്പോൾ ഏത് ബ്രൗസർ എന്താണോ ഓപ്പൺ ചെയ്യുന്നത്, ഒരു പരസ്യം ഉണ്ടല്ലോ, ഈ ക്യാമറ എല്ലാം ഇങ്ങനെ വരുന്ന ഒരു പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിന് വീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു വ്യവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പെഗാസസ് പോലെയുള്ള സംവിധാനങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. പക്ഷെ അതുപോലെ ഈ കർമ്മഫലം നമ്മളെ ഇങ്ങനെ പിന്തുടരുന്നു എന്നാണ് അഗ്നിപുരാണം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കർമ്മ സിദ്ധാന്തത്തെ സംബന്ധിച്ച് 3 അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അതെന്താണ്? പുണ്യവും സുഹൃതവുമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സുഖകരമായ അവസ്ഥയെ നിർണ്ണയിക്കുക. പാപവും ദുഷ്കൃതവും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രദാനം ചെയ്യുന്നു? ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നു. കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് വ്യക്തിക്കാണ്. കർമ്മഫലം അനുസരിച്ചാണ് പുനർജന്മം നിർണയിക്കപ്പെടുന്നത്. ഇതാണ് കർമ്മ സിദ്ധാന്തത്തിൻ്റെ 3 അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നു പോരുന്ന അസമത്വത്തെ ന്യായീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് എന്ത്? കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആദിവാസികളും ദളിതരും ദുഃഖം അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? അവർ പൂർവ്വജന്മത്തിൽ പാപം ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. ത്രൈവർണികർ എന്തുകൊണ്ട് സുഖലോലുപതകൾ അനുഭവിക്കുന്നു? അവർ കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ അവർ ത്രൈവർണികരായി ജനിച്ചത് എന്ന് ശങ്കരാചാര്യർ പോലും ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ എഴുതുന്നുണ്ട്. അപ്പം വളരെ ശക്തമായി ഇതിൻ്റെ സ്വാധീനം സംസ്കൃത സാഹിത്യത്തിലെ ഏത് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും നമുക്കിത് കാണാൻ പറ്റും. ഇതില്ലാത്ത ഒരു വരി പോലും എവിടെയില്ല, സംസ്കൃത സാഹിത്യത്തിലില്ല. കേരളത്തിലെ ഭക്തി സാഹിത്യം എഴുതിയ എഴുത്തച്ഛനെയും പൂന്താനത്തെയും വളരെ അഗാധമായി ഈ കർമ്മസിദ്ധാന്തം പിടിമുറുക്കിയിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് വരാം. ഈ ഗീതയിൽ പറയും, രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായതേ തഥാ പ്രലീന തമസി മൂഢയോനിഷു ജായതേ. രജോ ഗുണത്തിൽ മരണത്തെ പ്രാപിച്ചിട്ട് കർമ്മസക്തന്മാരുടെ ഇടയിൽ ജനിക്കുന്നു. അപ്രകാരം തമോ ഗുണം പ്രലീനമാകുന്നവർ മൂഢയോനികളിൽ ജനിക്കുന്നു എന്ന് പറയും. അപ്പോൾ ശങ്കരൻ ഇതിന് ഭാഷ എഴുതുമ്പോൾ ശങ്കരാചാര്യർ പറയുന്നത്, രജസി ഗുണേ വിവൃദ്ധേ പ്രളയം മരണം ഗത്വാ പ്രാപ്യ കർമ്മസംഗിഷു കർമ്മശക്തിയുക്തേഷു മനുഷ്യേഷു ജായത്തെ തഥാ തദ്വദേവ പ്രലീനഃ മൃതഃ തമസി വിവൃദ്ധേ മൂഢയോനിഷു പശ്വാദിയോനിഷു ജായത്തെ. അപ്പോൾ തമോ ഗുണമേറി മരിക്കുന്നവർ എങ്ങനെ ജനിക്കുന്നു? പശ്വാദിയോനികളിൽ മൃഗങ്ങളായി ജനിക്കുന്നു. അപ്പോൾ ഒരു താക്കീത് കൂടിയാണ്. നിങ്ങൾ ഈ ജന്മം പുണ്യകർമ്മങ്ങൾ ചെയ്തില്ല. എന്താ പുണ്യകർമ്മം പാപകർമ്മം എന്ന് പ്രത്യേകം തരംതിരിച്ച് പറയുന്നുണ്ട് പുരാണങ്ങളിൽ. അതായത് ചാതുർവർണ്ണ്യം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പുണ്യകർമ്മം. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക, ജാതി വ്യവസ്ഥ അനുസരിക്കുക, ഇതൊക്കെയാണ് പുണ്യകർമ്മം. ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുന്ന എന്തായിട്ടാണ് കരുതിയിട്ടുള്ളത്? പാപകർമ്മമായിട്ടാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഇതനുസരിച്ച്
നരകത്തിലേക്ക് പോകാൻ പോകുന്നത്. കേരള യുക്തിവാദി സംഘത്തിലെ ഭൂരിഭാഗം ആളുകളും ശാങ്കര ഭാഷ്യം അനുസരിച്ച് അടുത്ത ജന്മത്തിൽ ആരായിരിക്കും? മൃഗങ്ങളായിരിക്കും. അപ്പം ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇത് എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതില്ലാത്ത അർത്ഥശാസ്ത്രത്തിലാകട്ടെ എല്ലാ ഗ്രന്ഥങ്ങളിലും വളരെ ശക്തമായിട്ട് ഈ കർമ്മസിദ്ധാന്തത്തിൻ്റെ ന്യായീകരണങ്ങൾ നമുക്ക് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് രാമായണത്തിലെ കർമ്മസിദ്ധാന്തമാണ്. വാൽമീകി രാമായണം. ഈ മാസം അതാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വിളക്ക് വെച്ച് വായിക്കുന്ന ഗ്രന്ഥമാണ്. അതിലെന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. യഥാചരതി കല്യാണി ശുഭം വായതി വാ ശുഭം തദേവ ലഭതേ ഭദ്രേ കർത്താ കർമ്മജമാത്മന. ഒരാൾ ശുഭം ചെയ്യുന്നുവെങ്കിലും അശുഭം ചെയ്യുന്നുവെങ്കിലും കർമ്മഫലമായി അത് തന്നെ അയാൾക്ക് തിരിച്ചു കിട്ടും. അയോധ്യാകാന്ഡം 63 സർഗം 6 ശ്ലോകം. അതിന് ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. സജ്ജനാവധം ദുഃഖമിതം പ്രാപ്തം സ്വകർമ്മജം. അതായത് ഫലത്താലാണ് ദശരഥന് വൈശ്യന് ശൂദ്ര സ്ത്രീയിൽ ജനിച്ച വനവാസിയായ മുനികുമാരനെ വധിക്കേണ്ടി വന്നത് എന്ന് വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു ദിവസം ഈ ദശരഥൻ നായാട്ടിനായിട്ട് പോകുമ്പോൾ ഒരു അമ്പെയ്യാണ്. മൃഗം വെള്ളം കുടിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടിട്ട് അദ്ദേഹം അമ്പെയ്യുമ്പോൾ ഒരു മുനികുമാരൻ നദിയിൽ നിന്ന് വെള്ളം എടുക്കുക, സരയൂ നദിയിൽ നിന്ന് വെള്ളം എടുക്കുക. അമ്പെയ്തു, മുനികുമാരൻ മരിച്ചു. അപ്പോൾ മുനികുമാരൻ്റെ മാതാപിതാക്കൾ ആരെ ശപിച്ചു? ദശരഥനെ ശപിച്ചു. നീയും പുത്രദുഃഖത്താൽ മരിക്കാനിടയാവട്ടെ. ആ ശാപം കൊണ്ട് രാമൻ കാനനവാസത്തിന് പോവുകയും പുത്രദുഃഖത്താൽ ദശരഥന് മരിക്കാനിടയാകേണ്ടി വന്നു എന്നുള്ളതാണ് വാൽമീകി രാമായണം. ആ ശാപത്തിന് പിന്നിലുണ്ട് ഒരു രാഷ്ട്രീയം. ബ്രാഹ്മണ ശാപത്തിനൊരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യൻ ബ്രാഹ്മണ്യം അധകൃതരാക്കപ്പെട്ട ജനതകൾക്കൊന്നും ഇങ്ങനത്തെ ശാപശക്തി ഒന്നുമില്ല. ശാപത്തിൻ്റെ ശക്തി മുഴുവൻ ആർക്കാണ്? ത്രൈവർണികർക്കാണ് ശാപത്തിന് ശക്തി. അതായത് ഇന്ത്യയിൽ പ്രവർത്തിച്ച ശാപത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ത്രൈവർണികരുടെ കൽപ്പനയുടെ രാഷ്ട്രീയമാണ്. കൽപ്പന എന്ന് പറഞ്ഞാൽ അവരുടെ ആജ്ഞയിൽ, ആ വർണ്ണാശ്രമ ധർമ്മത്തിൽ ആളുകളെ നിലനിർത്താനും അനുസരിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വ്യവസ്ഥാ രാഷ്ട്രീയമാണ് ഈ ശാപം എന്ന് പറയുന്നത്. ആ ശാപത്തിൻ്റെ കഥകൾ അങ്ങോട്ട് പ്രചരിപ്പിച്ചാൽ അതനുസരിച്ച് ആളുകളെല്ലാം അങ്ങ് ജീവിച്ചോളും. അങ്ങനെ ശാപത്തിൻ്റെ ഒരു വെള്ളക്കെട്ട് പോലെ ഉള്ള ഒരു കഥകൾ നിരന്തരം ഉണ്ടാവുകയാണ്. തസ്യായാം കർമ്മണോ ദേവി വിപാക സമുപസ്ഥിത എന്ന് ദശരഥൻ കൗസല്യയോട് പറയുന്നുണ്ട്. ഞാനിങ്ങനെ പുത്രദുഃഖം അനുഭവിക്കാൻ കാരണം എന്താണ്? എനിക്ക് ലഭിച്ച ശാപമാണ് എന്ന് പറയുന്നു. അവശ്യം ലഭതേ കർത്ത ഫലം പാപസ്യ കർമ്മണഃ ഘോരം പര്യാഗതേ കാലേ ദ്രുമഃ പുഷ്പമിവാർത്തവം. ഋതുകാലം വരുമ്പോൾ വൃക്ഷങ്ങളിൽ പൂ വിരിയും പോലെ പാപകർമ്മഫലം കർത്താവിൽ നിശ്ചയമായും വരും. എങ്ങനെയാണോ പൂവ് വിരിയുന്നത്, മരങ്ങളിലും ചെടികളിലുമൊക്കെ വിരിയുന്നത്, അതുപോലെ അതിൻ്റെ കാലം വരുമ്പോൾ ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് വാൽമീകി രാമായണം പറഞ്ഞു വെക്കുന്നത്. വാൽമീകി രാമായണത്തിൽ തന്നെ ആരണ്യകാണ്ഡത്തിൽ പറയും, പൂർവം മയാനുഹൂനമഭീപ്സിതാനി പാവാനി കർമാണ്യ സത്കൃതാനി തത്രായമദ്യാപതിതോ വിപാകോ ദുഃഖേന ദുഃഖം യദഹം വിശാമി. പണ്ട് പല വിധത്തിൽ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ പരിണത ഫലമാവാം ഇപ്പോൾ ദുഃഖം ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്നത് എന്ന് സീതാവിരഹിതനായ രാമൻ പറയുകയാണ്. അപ്പോൾ താനിപ്പോൾ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? എൻ്റെ കർമ്മ വിഭാഗമാണ്. ഞാൻ മുൻപ് ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഗുണദോഷകൃതം ജന്തു സ്വകർമ്മഫലഹേതുകം അവ്യഗ്രസ്തതവാപ്നോതി സർവം പ്രേത്യ ശുഭാശുഭം. അവനവൻ ചെയ്ത കർമ്മങ്ങളുടെ ഗുണദോഷങ്ങളനുസരിച്ച് ജീവികൾ ശുഭാശുഭങ്ങളായ ഫലങ്ങൾ അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിൻ്റെ കാരണത്തെ, സാമൂഹ്യമായ കാരണത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും അതിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്ന കർമ്മഫലമാണെന്ന് പറഞ്ഞു വെക്കുക.
അതുവഴി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്കും അസമത്വത്തിനും എതിരായ എല്ലാ കർമ്മകലാപങ്ങളെയും അടിച്ചമർത്തുക. നിങ്ങളിപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതിന് കാരണം നിങ്ങളുടെ കർമ്മഫലമാണെന്ന് പറഞ്ഞാൽ അയാൾ ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായിട്ട് പിന്നെ തിരിയത്തില്ല. കർമ്മസിദ്ധാന്തത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ച യുവരാജ് കൃഷ്ണൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിലനിന്ന ഈ ജാതി അസമത്വങ്ങൾക്കെതിരായ കലാപങ്ങളെ, സമരങ്ങളെ, പോരാട്ടങ്ങളെ ഇന്ത്യൻ ബ്രാഹ്മണ്യം അടിച്ചമർത്തിയത്, ഇല്ലാതാക്കിയത് കർമ്മസിദ്ധാന്തത്തിലൂടെയാണെന്ന്. കാരണം ജനങ്ങളത് സ്വാംശീകരിച്ചു. ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഞങ്ങളുടെ തന്നെ കർമ്മഫലമാണെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വ്യവസ്ഥയുടെ അസമത്വത്തിനെതിരായിട്ട് ആരും തിരിയത്തില്ല. ബ്രാഹ്മണന് ദാനം ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം തീരുവെന്ന് കഥകൾ പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ആ പാപം തീരാൻ വേണ്ടി ബ്രാഹ്മണർക്ക് ദാനത്തിനായിട്ട് ആളുകൾ നെട്ടോട്ടം ഓടും. അങ്ങനെ പൗരോഹിത്യത്തെ തടിച്ചു കൊഴിപ്പിക്കുന്നൊരു വ്യവസ്ഥയായിട്ട് ഈ കർമ്മസിദ്ധാന്തം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ. ഇതൊന്നും കെട്ടുപോയിട്ടൊന്നുമില്ല. വളരെ ശക്തമായിട്ട് ഈ കർമ്മസിദ്ധാന്തം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് വഴിപാടെന്ന് പറയുന്ന സങ്കല്പം പരിശോധിച്ചത് കുറച്ചും കൂടെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. തൽക്കാലം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ കർമ്മസിദ്ധാന്തം ജാതി വ്യവസ്ഥ എന്താക്കി മാറ്റി? അലംഘനീയവും ദിവ്യവുമാക്കി മാറ്റി എന്നുള്ളതാണ്. അത് പൂർവജന്മകൃതമാണെന്ന് വരുന്നു, അത് തുടരുന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ വിപ്ലവകരമായൊരു ഗ്രന്ഥമായിട്ട് പലരും വാഴ്ത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന. അതിനകത്താണ് ഈ തത്വവിചാരങ്ങൾ വളരെ ആഴത്തിൽ കിടക്കുന്നത്. അതിന് വലിയ സ്വാധീനവുമുണ്ട് ജനങ്ങൾക്കിടെ. കാരണം എന്താണ്? വെളുപ്പിനെ 5 മണിക്ക് ജ്ഞാനപ്പാന നമുക്ക് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ വീടിരിക്കുന്നത് ഒരു ഗുരുമന്ദിരത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടെയും ഗുരുമന്ദിരത്തിനും രാവിലെ ജ്ഞാനപ്പാന കേൾക്കാം. അപ്പോൾ ഗുരു ഇതിനെയൊക്കെ ഖണ്ഡിച്ച ആളാണ്. പക്ഷേ ഗുരുമന്ദിരത്തിൽ കേൾക്കുന്നത് ഈ ജ്ഞാനപ്പാനയാണ്. അപ്പോൾ ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്നത്, നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. നമ്മളെയൊക്കെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന എന്താണ്? ഈ കർമ്മമാണ് എന്നാണ് പറയുന്നത്. 3 തരത്തിലുള്ള കർമ്മം ഉണ്ടെന്ന് പൂന്താനം പറയും. ഒന്നുകൊണ്ട് ചമച്ചോര് വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. അപ്പോൾ പുണ്യകർമ്മമെന്നുണ്ട്, പാപകർമ്മങ്ങളുണ്ട്, പുണ്യപാപങ്ങളുടെ മിശ്രമായ കർമ്മമുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് എന്നും ജ്ഞാനപ്പാനയിൽ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്ന് ക്രമത്താലെ നരജാതിയിൽ വന്ന് പിറന്നിട്ട് സുഹൃതം ചെയ്ത് മേൽപോട്ട് പോയവർ സ്വർഗത്തിങ്കൽ ഇരുന്ന് സുഖിക്കുന്നു. അപ്പോൾ കർമ്മത്തിൻ്റെ ഗതിയെപ്പറ്റി പറയുക. എങ്ങനെയാണ് ഒരാൾ പാപം ചെയ്ത ആൾ നരകത്തിൽ പോകുന്നു, അതിൻ്റെ പരിഭാഗം വന്നു കഴിയുമ്പോൾ മനുഷ്യനായിട്ട് തന്നെ ജനിക്കുന്നു, എന്നിട്ട് ആ നരജാതിയിൽ ജനിച്ചിട്ട് പുണ്യം ചെയ്തിട്ട് അയാൾ എങ്ങോട്ട് പോകുന്നു? സ്വർഗത്തിലേക്ക് പോകുന്നു. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ഡാല കുലത്തിങ്കൽ പിറക്കുന്നു. അപ്പം ചണ്ഡകർമ്മങ്ങൾ ചെയ്തവരാണ് ആരായിട്ട് പിറക്കുന്നത്? ചണ്ഡാളരായിട്ട് പിറക്കുന്നത്. അപ്പം നിലവിൽ സമൂഹത്തിൽ ചണ്ഡാളർ എന്ന് കൽപ്പിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ഇന്ത്യൻ ബ്രാഹ്മണ്യം ചണ്ഡാളരായിട്ട് സ്ഥാനപ്പെടുത്തിയ കുറേ ആളുകളുണ്ട്. അവരെങ്ങനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം പുറന്തള്ളിയത്? അവർ ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ പാപികളായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. പാപികളായിട്ട് ജനിച്ചവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ചണ്ഡാല കുലത്തിങ്കൽ പിറക്കാനിട വന്നത്. ഈ വാചകം ജ്ഞാനപ്പാനയ്ക്ക് ശേഷം നമ്മൾ കേൾക്കുന്ന ഏത് സന്ദർഭത്തിലാണെന്നറിയാമോ? വൈക്കത്ത് ഇണ്ടംതുരുത്തി മനയിലെ നമ്പ്യാതിരി ഗാന്ധിയോടാണ് പറയുന്നത്. അവർ കൊള്ളക്കാരെക്കാട്ടിലും ഹീനരാണ്. ഈ വഴിയിൽ കൂടി നടക്കാൻ അവരെ അനുവദിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവർ കൊള്ളക്കാരെക്കാട്ടിലും ഹീനരാണ്. കാരണം ജാതി കൊണ്ട് അവർ ഏറ്റവും അധകൃതരായി ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ കൊള്ളക്കാരെക്കാളിലും ഹീനരാണ് എന്നാണ് ഇണ്ടംതുരുത്തി നമ്പ്യാതിരി സാക്ഷാൽ ഗാന്ധിയോട് പറയുന്നത്. ഗാന്ധി വർണ്ണാശ്രമത്തിലും കർമ്മഫലത്തിലും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഇണ്ടംതുരുത്തിയോട് ഒരു മറുപടി പോലും പറയാതെ അവിടെ നിന്ന് പോയി. കാരണം എന്താണ്? ഗാന്ധിയും അടിസ്ഥാനപരമായി ഏതിലാണ് വിശ്വസിക്കുന്നത്? ഈ കർമ്മസിദ്ധാന്തത്തിലാണ് ഗാന്ധി വിശ്വസിക്കുന്നത്. നരി ചത്ത് നരനായി പിറക്കുന്നു,
നാരി ചത്തുടൻ ഓരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത് കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ. അപ്പം ഈ കർമ്മഫലമെല്ലാം ആരുടെ വിളയാട്ടമാണ്? ഈശ്വരൻ്റെ വിളയാട്ടമാണ്. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അപ്പം ഈ ജന്മത്തിൽ ഒരു ചണ്ടാളനായ എന്താ ചെയ്യേണ്ടത്? ചണ്ടാളർക്ക് പറഞ്ഞിട്ടുള്ള സ്വകർമ്മവും സ്വധർമ്മവും എന്താണോ അത് ചെയ്ത് ജീവിക്കുക. അപ്പം എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു ചണ്ടാളനെ എങ്ങനെയാണോ അയാൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന രീതിയിൽ ഒരു സ്വധർമ്മം അയാളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് പറഞ്ഞിട്ടുള്ള ചില ജോലികളെ പറ്റി മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ചണ്ടാളൻ്റെ ജോലി എന്താണ്? ശ്മശാനത്തിൽ കാവൽ നിൽക്കുക, അയാൾക്ക് പൊട്ടിയ പാത്രത്തിലെ ഭക്ഷണം കൊടുക്കാവൂ, ചണ്ടാളനെ ഗ്രാമത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല, ചണ്ടാളനെ ശ്മശാനത്തിന് സമീപമേ താമസിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴും വാരണാസിയിലൊക്കെ പോയാൽ ഈ ദുരിതം പേറുന്ന നിരവധി ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും കഴിഞ്ഞുപോയ ഭൂതകാലമല്ല കേട്ടോ. ഇപ്പോഴും വാരണാസിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ദുരിതം അനുഭവിക്കുന്നവരെ പറ്റി നമുക്ക് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ പറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് രൂപങ്ങൾ നമുക്ക് അവിടെ അവശേഷിക്കുന്നതായിട്ട് കാണാം. തന്നെയല്ല, നമ്മളൊരു കാര്യം പുന്നശ്ശേരിയുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പുന്നശ്ശേരി ഗുരുവിനെ ചണ്ടാളനെന്നാണ് വിശേഷിപ്പിച്ചത്. പുന്നശ്ശേരി ഗുരുവിനെ മാത്രമല്ല, ഈഴവ സമുദായത്തെ മുഴുവൻ ചണ്ടാളരെന്നാണ് പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് രേഖപ്പെടുത്തും. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെ കർമ്മസിദ്ധാന്തത്തെ വളരെ കൃത്യമായി സാധൂകരിക്കുന്ന, അതുവഴി ജാതി വ്യവസ്ഥയെ സാധൂകരിക്കുന്ന ഒരു നിലപാട് തറയാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലും നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. ഇതിനോടനുബന്ധിച്ച് കിടക്കുന്നതാണ് പുനർജന്മം എന്ന് പറയുന്ന സങ്കല്പം. ഇപ്പോഴും നമ്മൾ ഈ കർക്കിടകത്തിന് വാവുബലി ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, അതേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുനർജന്മം എന്ന് പറയുന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. പാപികൾ അവരുടെ പാപത്തിൻ്റെ നിവാരണത്തിനായി പ്രായശ്ചിത്തം അനുഷ്ഠിക്കാതിരുന്നാൽ അധമജീവികളായും അധമ മനുഷ്യരായും ജനിക്കുമെന്നും പുനർജന്മ സിദ്ധാന്ത കഥകൾ പ്രചരിപ്പിക്കുന്നു. മനുസ്മൃതിയിൽ ഈ ആശയം നമുക്ക് വ്യക്തമായി കാണാം. മനുസ്മൃതി 11-ാം അധ്യായം 53 മുതൽ 54 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയും: ഏവം കർമ്മവിശേഷേണ ജായന്തേ സദ്വിഗർഹിതാഃ ജഡമുഗന്ധവതിരാ വികൃതാകൃതയസ്തദാ ചരിതവ്യമതോ നിത്യം പ്രായശ്ചിത്തം വിശുദ്ധയേ നിന്ദ്യർഹി ലക്ഷണൈർയുക്ത ജായന്തേ അനിഷ്കൃതൈന സഹ എന്ന് പറയും. അതായത് ശരിയായി പ്രായശ്ചിത്തം അനുഷ്ഠിച്ചില്ലെങ്കിൽ, അതായത് പാപത്തിന് പരിഹാര കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അത്തരക്കാർ ജഡരായും മൂകരായും ബധിരരായും തീരുമെന്നും അവർ വികൃതാകൃതികളായ ശരീരത്തോടുകൂടി ജനിക്കുമെന്നും മനുസ്മൃതി പറഞ്ഞു വെക്കുന്നു. വിഷ്ണുധർമ്മസൂത്രമനുസരിച്ച് പാപാത്മാക്കൾ നരകത്തിലെ ദുഃഖം അനുഭവിച്ച് തിര്യക്യോനികളിൽ വന്നു പിറക്കുന്നു. അതിപാതകികൾ സ്ഥാവരയോനികളിലും മഹാപാതകികൾ കൃമിയോനികളിലും അനുപാതകികൾ പക്ഷിയോനികളിലും ഉപപാതകികൾ ജലജയോനികളിലും കൃതമലിനീകരണ കർമാക്കളായ മനുഷ്യർ അസ്പൃശ്യയോനികളിലും, അതായത് ഐത്തജാതിക്കാരായും വന്ന് പിറക്കുന്നു എന്ന് വിഷ്ണുധർമ്മസൂത്രം പറഞ്ഞു വെക്കും. ഇപ്പം നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ അമ്മൂമ്മ കഥയായിട്ട് തോന്നാമെങ്കിലും ബഹുകോടികൾ ഇത് വിശ്വസിക്കുന്നു. വിഷ്ണുധർമ്മസൂത്രത്തിൽ പറയും: അത പാപാത്മനാം നരകേഷു അനുഭൂത ദുഃഖാനാം തിര്യക്യോനയോ ഭവന്തി അതിപാതകിനാം പര്യായേണ സർവാഹ സ്ഥാവരയോനയഃ മഹാപാതകിനാം ച കൃമിയോനയഃ അനുപാതകിനാം പക്ഷിയോനയഃ ഉപപാതകിനാം ജലജയോനയഃ കൃതമലിനീകരണ കർമ്മണ മനുഷ്യേഷു അസ്പൃശ്യയോനയഃ ഭവന്തി. അപ്പോൾ ഇന്ത്യയിലെ ബഹുജനങ്ങളെ എങ്ങനെയാണ് അസ്പൃശ്യരാക്കി വിഷ്ണുധർമ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി. അപ്പോൾ അസ്പൃശ്യരായിട്ട് ഒരു ജനതയെ കൽപ്പിക്കുക, അവർ അസ്പൃശ്യരായതിനൊരു സിദ്ധാന്തം ഉണ്ടാക്കുക, ആ സിദ്ധാന്തത്തെ സ്ഥാനപ്പെടുത്താൻ അമ്മുമ്മ കഥകൾ പ്രചരിപ്പിക്കുക. അപ്പോൾ ബ്രാഹ്മണ്യം 1000 ആണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഈ കെട്ടിപ്പടപ്പ് നമ്മളൊന്ന് കാണണം. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. 1000 ആണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ് ഈ അമ്മുമ്മ കഥകളെല്ലാം. കർമ്മത്തെപ്പറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശുഭകർമ്മങ്ങൾ പുണ്യത്തെയും അശുഭകർമ്മങ്ങൾ പാപത്തെയും ഉളവാക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടു.
വൈദിക സംഹിതകളിലും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും കർമ്മം എന്നതുകൊണ്ട് ആദ്യകാലത്ത് മതപരമായ അനുഷ്ഠാനം അല്ലെങ്കിൽ യാഗയജ്ഞാദി കർമ്മങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുണ്ടായിരുന്നുള്ളൂ. ഋഗ്വേദകാലത്ത് കർമ്മം എന്ന അർത്ഥത്തിൽ പ്രയോഗത്തിലിരുന്നത് ഇഷ്ടാപൂർത്തവും അഗ്നിഹോത്രവുമായിരുന്നു എന്ന് കർമ്മസിദ്ധാന്തത്തെ സംബന്ധിച്ച പഠനങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പം ആദ്യഘട്ടത്തിൽ യാഗയജ്ഞാദികളെ മാത്രം സൂചിപ്പിച്ചിരുന്ന കർമ്മം എന്ന വാക്ക് പിൽക്കാലത്ത് സാമൂഹ്യ പ്രാധാന്യമുള്ള വിധത്തിൽ സദാചാരം, ധർമ്മം, നീതി എന്നിവയുമായി ബന്ധമുള്ള വിപുലമായ ആശയങ്ങളെ സംവദിക്കുന്ന പദമായി മാറി. ഇതിനുദാഹരണമാണ് നമ്മൾ പിൽക്കാലത്ത് ഉപനിഷത്തുക്കളിൽ കാണുന്ന കർമ്മസിദ്ധാന്തവും കർമ്മ സങ്കല്പവും. മീമാംസകർ തന്നെ ഈ കർമ്മത്തെ നിത്യകർമ്മമെന്നും നൈമിത്യ കർമ്മമെന്നും ഒക്കെ പലതരത്തിൽ തരംതിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാപിയായൊരുവൻ നരകത്തെ പ്രാപിച്ചിട്ട് നമ്മൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ കണ്ടല്ലോ. പൂന്താനത്തിന് ആശയം എവിടുന്ന് കിട്ടി? പൂന്താനത്തിന് ആശയം മനുസ്മൃതിയിൽ നിന്നും യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നും കിട്ടി. കാരണം മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി 3-ാം അധ്യായം 221 ശ്ലോകത്തിൽ പറയും, പാപകൃത്യാദി നരകം പ്രായശ്ചിത്ത പരാങ്മുഖാഹ. പ്രായശ്ചിത്തം ചെയ്യാത്തവർ എവിടെ പതിക്കും? നരകത്തിൽ പതിക്കും എന്നാണ് യാജ്ഞവൽക്യ സ്മൃതി പറയുന്നത്. അപ്പം ഇതൊക്കെ മഹത്തായ ഗ്രന്ഥങ്ങളാണെന്നാണ് ഇന്ന് ഹിന്ദുത്വവാദികൾ പറയുന്നത്. മനുസ്മൃതി വളരെ വിശിഷ്ടമായ ഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതി ആധാരമാക്കാതിരുന്നത് വലിയ തെറ്റായിപ്പോയി എന്ന് ഹിന്ദുത്വവാദികൾ ഇപ്പോൾ വിലപിക്കുകയാണ്. അടിസ്ഥാനപരമായി കർമ്മസിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പുനർജന്മ സങ്കല്പം അടുത്ത ജന്മമെങ്കിലും സുഖം ലഭിക്കുമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ച് ആളുകൾക്ക് മുമ്പിൽ ഒരു ഓഫർ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ജന്മത്തിൽ എങ്ങനെയെങ്കിലും ഈ ദുരിതം മുഴുവൻ അനുഭവിച്ചാൽ അടുത്ത ജന്മം നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ജീവിതം സുഖമാകും. ചണ്ടാളനായിട്ട് ഈ ജന്മം മുഴുവൻ നിങ്ങൾ ജീവിച്ചാൽ അടുത്ത ജന്മം ബിഗ് ഓഫറാണ്. അടുത്ത ജന്മം നിങ്ങൾക്ക് സുഖം കിട്ടും. ഈ ജന്മം മുഴുവൻ നിങ്ങൾ ബ്രാഹ്മണന്റെ പാദസേവ ചെയ്താൽ അടുത്ത ജന്മം നിങ്ങൾ ആരായി മാറും? അടുത്ത ജന്മം നിങ്ങൾ ബ്രാഹ്മണനായി മാറും. കാരണം വളരെ കൃത്യമായി നിങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചു. ആ അനുസരിച്ചുള്ള ജീവിതം കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടും? അടുത്ത ജന്മം നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടും. 8-ാം ക്ലാസ്സിൽ നിന്ന് 10-ാം ക്ലാസ്സിലോട്ട് പ്രമോഷൻ കിട്ടുന്നത് പോലെ ചണ്ടാളിൽ നിന്ന് ബ്രാഹ്മണനായി പ്രമോഷൻ. ഇതാണ് ഈ സാഹിത്യം പറയുന്നത്. ഈ സാഹിത്യത്തിൻ്റെ, ഈ ബ്രാഹ്മണ സാഹിത്യത്തിൻ്റെ ആശയാവലി ഉൾക്കൊണ്ടാണ് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് വേണം, പൂണൂലിട്ടിട്ട് വേണം അയ്യപ്പനെ പോയെന്ന് പൂജിക്കാനെന്ന് നമ്മുടെ ചില വ്യക്തികൾ, നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്തി ഇന്ത്യൻ ഭരണഘടനയെ അനുവദിക്കുന്ന രീതിയിൽ ശബരിമലയെ പൂജാരിയാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ശ്രമം. അല്ലാതെ അടുത്ത ജന്മത്തിൻ്റെ ഓഫറും കൈവച്ചേച്ചാൽ മതി, അതിങ്ങോട്ട് വേണ്ട. അതൊരു തട്ടിപ്പാണ് എന്ന് നാരായണഗുരു തന്നെ പറഞ്ഞു. നാരായണഗുരു ഒരിക്കൽ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരാൾ അഭ്യർത്ഥനയുമായിട്ട് വന്നു, തിലഹവനം നടത്തണം. ഒരാൾ മരിച്ചു, അയാൾക്ക് ഇനി പുണ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? തിലഹവനം ചെയ്യണം. അയാളുടെ ഈ ആത്മാവ് മോക്ഷത്തിലേക്ക് കടക്കണമെങ്കിൽ. അപ്പോൾ ഗുരു പറഞ്ഞു, ഈ സങ്കല്പം അനുസരിച്ച്, കർമ്മസിദ്ധാന്തം അനുസരിച്ച് മരിച്ചാൽ ഉടൻ തന്നെ ജനിക്കുമല്ലോ, പിന്നെ ഇതിനാണ് തിലഹവനത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ എന്താണ് ചെയ്തത്? അതിനെ മുടക്കി. തിലഹവനത്തെ മുടക്കി എന്ന് മാത്രമല്ല, അടുത്തുള്ള സ്കൂളിൽ തിലഹവനത്തിനായി കൊണ്ടുവന്ന പൈസ കൊടുത്ത് സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണവും കൊടുപ്പിച്ചാണ് ഗുരു അവരെ മടക്കി അയച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാകും. അപ്പം എന്താണ് പാപം, എന്താണ് പുണ്യകരമായ പ്രവർത്തികളെന്ന് ഈ ധർമ്മശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതെപ്പോഴും വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച്, വർണ്ണാശ്രമത്തിൻ്റെ ജാതി വ്യവസ്ഥ സിദ്ധാന്തം അനുസരിച്ച് ഏതാണ് ഉത്തമമായ കർമ്മം അത് മാത്രമാണ് പുണ്യകർമ്മം. ജാതി വ്യവസ്ഥയെ ഉല്ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന എന്താണ്? പാപകർമ്മമാണ് എന്ന് ഈ ഗ്രന്ഥാവലികളെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നു. ഇതിന് ഫിലോസഫിക്കലായ, ദാർശനികമായ ഒരു മാനം കൊടുക്കുന്നത് ഉപനിഷത്തുക്കളാണ്. പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്ത് എന്ന് പറയുന്നത് ചാന്തോക്യോപനിഷത്തിലാണ്. ചാന്തോക്യോപനിഷത്തിൽ പറയും, അത പുനര്യേതത് വിപരീതാഹ കഭൂയചരണോപലക്ഷിത കർമ്മണഃ അശുഭാനുഷയ അഭ്യാശോഹയത്തെ കഭൂയാം യഥാ കർമ്മയോനിമാപദ്യേരൻ കഭൂയാമേവ ധർമ്മസംബന്ധി വർജിതാം ജുഗുപ്സിതാം യോനിമാപദ്യേരൻ ശയോനിം വാ സൂകരയോനിം വാ ചണ്ഡാലയോനിം വാ സ്വകർമാനുരൂപേണൈവ എന്ന് ചാന്തോക്യോപനിഷത്തിൽ പറയും. അതായത് ശാന്തോക്യോപനിഷത്തിൻ്റെ 5, 10, 7 ശാങ്കര ഭാഷ്യം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
അശുഭശീലത്തോട്, അതായത് അശുഭമായ അനുഷയത്തോടു കൂടിയവൻ സ്വകർമ്മത്തിനനുസരിച്ചുള്ള അശോഭനമായ യോനിയെ, അതായത് ശയോനിയെയോ പട്ടിയായോ സൂകരയോനിയെയോ പന്നിയായോ ചണ്ടാലയോനിയെയോ ചണ്ടാളനായോ ഏതെങ്കിലും ധർമ്മസംബന്ധമില്ലാത്ത നിന്ദ്യമായ യോനിയെ പ്രാപിക്കും എന്ന് ചാന്തോക്യോപനിഷത്ത് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പട്ടിയെയും പന്നിയെയും ചണ്ടാളരെല്ലാം ഒരു ഗണത്തിലാണ് പെടുത്തുന്നത്. പട്ടിക്കും പന്നിക്കും തുല്യമായ സ്ഥാനമാണ് ആർക്ക്? ചണ്ടാളരെന്ന് കൽപ്പിക്കുന്ന ബ്രാഹ്മണ്യം കൽപ്പിച്ച മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണിത്. എങ്ങനെയാണ് ഒരു വിഭാഗത്തെ ഏറ്റവും മലിനീകൃതമായ ജോലികളിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം നിയുക്തരാക്കിയത്? ഈ കർമ്മസിദ്ധാന്തം പറഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ഒരു പ്രത്യേക തൊഴിലിൽ തന്നെ നൂറ്റാണ്ടുകളെ അവരെ തളച്ചിടാൻ സാധിച്ചത്? ഈ കർമ്മസിദ്ധാന്തം പറഞ്ഞിട്ടാണ്. ഈ കർമ്മസിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും പറഞ്ഞിട്ടാണ് വാൽമീകി വിഭാഗത്തെ ഇപ്പോഴും മലിന ജോലികൾ ചെയ്യാൻ ഇന്ത്യൻ ബ്രാഹ്മണ്യം നിയുക്തരാക്കിയിരിക്കുന്നത്. ചില മനുഷ്യർ ഇപ്പോഴും മാൻഹോളുകളിൽ തളയ്ക്കപ്പെടാൻ കാരണം എന്താണ്? ഈ കർമ്മസിദ്ധാന്ത ബന്ധിതമായ ജാതി വ്യവസ്ഥയാണ്. അവരത് ചെയ്യാൻ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചാന്തോക്യോപനിഷത്തിൽ പറയും, തദ്ദീഹ രമണീയ ചരണ അഭ്യാസോഹയത്തെ രമണീയാം യോനിമാപദ്യേരൻ ബ്രാഹ്മണ യോനിം വാ ക്ഷത്രിയ യോനിം വാ വൈശ്യയോനിം വാധ ഇഹ കപൂയ ചരണാഭ്യാസോഹയത്തെ കപൂയാം യോനിമാപദ്യേരൻ അശ്വയോനിം വാ സൂകരയോനിം വാ ചണ്ടാലയോനിം വാ. അവരിൽ, ആ അനുഷയികളിൽ ആരാണോ ഈ ലോകത്തിൽ ശോഭനമായ ശീലത്തോടു കൂടിയവരായിരിക്കുന്നത്, രമണീയ ചരണാഹ, രമണീയമായ പ്രവർത്തികൾ ചെയ്യുന്നവർ, അവർ ശോഭനമായ യോനി, അതായത് ബ്രാഹ്മണ യോനിയെയോ ക്ഷത്രിയോനിയെയോ വൈശ്യയോനിയെയോ പ്രാപിക്കുക എന്നുള്ളത് ശീഘ്രം തന്നെ ഉണ്ടാകുന്നതാണ്. ബാക്കിയുള്ളവരുടെ ഗതി എന്താണ്? അവർ പട്ടിയായോ പന്നിയായോ ചണ്ടാളരായോ ജനിക്കും എന്നുള്ളതാണ് ചാന്തോക്യോപനിഷത്ത് മുതലായ ഗ്രന്ഥങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇത് ഉപനിഷത്തുക്കൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ സംസ്കൃത സാഹിത്യത്തിലുള്ള സംസ്കൃത സാഹിത്യ സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ പോലും ഇതിനെ പിന്തുടരുന്നുണ്ട്. സാഹിത്യ ഗ്രന്ഥങ്ങളാണെന്ന് വിചാരിക്കും നമ്മൾ, പക്ഷേ ആ സാഹിത്യ ഗ്രന്ഥങ്ങളിലും ഈ ആശയം കാണാം. സംസ്കൃത സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യ സൈദ്ധാന്തിക കൃതിയാണ് വാമനൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി. അതിൽ പറയും, കവിത്വബീജം പ്രതിഭാനം, കവിത്വസ്യ ബീജം കവിത്വബീജം ജന്മാന്തരഗത സംസ്കാര വിശേഷ കശ്ചിത് യസ്മാത് വിനാ കാവ്യം ന നിഷ്പദ്യതേ നിഷ്പന്നം വാ ഹാസ്യായതനം സ്യാത്. കവിത്വത്തിന് കാരണം പ്രതിഭാനമാകുന്നു. ഒരാൾ കവിത എഴുതുന്നത് എങ്ങനെയാണ്? പ്രതിഭ കൊണ്ടാണ്. അതായത് ജന്മാന്തരഗതമായൊരു സംസ്കാര വിശേഷമത്രേ. അപ്പോൾ കവിത എഴുതണമെങ്കിൽ എന്ത് വേണം? അത് ജന്മാന്തരഗതമായ ഒരു സംസ്കാരം നമ്മളിൽ വന്ന് അടിഞ്ഞുകൂടണം. അപ്പോഴേ നമുക്കൊരു നല്ലൊരു കവിയാകാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് കോവിലകങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ട് ഈ സാഹിത്യ പ്രതിഭയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. യാതൊന്നിൻ്റെ അഭാവത്തിൽ കാവ്യം ജനിക്കുന്നില്ല. യസ്മാത് വിനാ കാവ്യം ന നിഷ്പദ്യതേ, ജനിച്ചാൽ തന്നെ ഹാസ്യാസ്പദമാവുകയും ചെയ്യും. ഈ ജന്മാന്തരഗതമായ സംസ്കാരമില്ലെങ്കിൽ അത് പരിഹാസത്തിന് കാരണമാകും. അപ്രകാരമുള്ള ജന്മാന്തര വാസന സംസ്കാരം അത്രേ പ്രതിഭ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രതിഭയെ എങ്ങനെയാണ് സംസ്കൃത സാഹിത്യകാരന്മാർ നിർവഹിച്ചിരിക്കുന്നത്? അത് ജന്മാന്തരഗതമായ സംസ്കാര വിശേഷമാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ പാടുപെടുന്നതിലൊന്നും ഒരു കാര്യമില്ല. കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് വല്ലതും ജനിച്ച് ഈ ജന്മത്തിൽ ആ ബ്രാഹ്മണ യോനിയൊക്കെ തുടരുകയാണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. അതാണ് നമ്മൾ സാഹിത്യ മേഖലയിൽ മുഴുവൻ കാണുന്നത്. ഇന്ത്യയിലെ സർവകലാശാലകളിൽ കാണുന്നത്. വലിയ പുരോഗമനം എന്ന് പറയുന്ന കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് സവർണർ മാത്രം ആ നീതിപീഠങ്ങളിൽ, ആ കസേരകളിൽ അവർ തന്നെ പിടിച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇത് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യൻ സമൂഹം പ്രതിഭകളായി യോഗ്യരായി ഇരിക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ? ഇന്ത്യയിലെ സവർണർക്ക് മാത്രമേ കഴിയൂ. കേരളത്തിൽ എത്രമാത്രം സർവകലാശാലകളുണ്ട്? അതിനകത്ത് എത്ര ദളിതർ സർവകലാശാല വൈസ് ചാൻസലർമാരായിട്ടുണ്ട്? ദളിതരും പിന്നോക്ക ജാതിക്കാരും ആരും MA BEd MPhil PhDയും അതുപോലെ തന്നെ പ്രൊഫസറായിട്ട് നിരവധി വർഷക്കാലത്തെ യോഗ്യതയും സർവീസും ഇല്ലാത്തത് കൊണ്ടാണോ? സർവീസൊക്കെ ഉണ്ട്, പക്ഷേ ആ കസേരയിൽ ഇരുത്തത്തില്ല. കേരളത്തിൽ ഒരു സർവകലാശാലയിൽ ഒരു ദളിത് പ്രൊഫസർ, അവരെ വകുപ്പധ്യക്ഷയാക്കാൻ പട്ടികജാതി കമ്മീഷൻ ഓർഡർ ഇടേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ എങ്ങനെയാണ് കസേരയിൽ ഇരുത്താതിരിക്കുക എന്നതിനാണ്
പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. PhD അല്ല കേട്ടോ, PhD അപ്പുറത്താണ് പോസ്റ്റ് ഡോക്ടറൽ. അത് നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ ഒരു പിന്നോക്ക ജാതിക്കാരനെ, ഒരു ദളിതനെ ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തിക്കാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ കർമാജീവ പ്രകരണം എന്ന് പറയുന്നത്. വിവേക ചൂടാമണി എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഗ്രന്ഥമുണ്ട്. അതിൽ പറയും, ജന്തൂനാം നരജന്മദുർലഭമത പുംസ്താം തതോ വിപ്രദ തസ്മാത് വൈദിക ധർമ്മമാർഗപരത വിദ്വത്തമസ്മാത് പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതർ മുക്തിർനോ ശതകോടി ജന്മസുഹൃതൈർ പുണ്യൈർ വിനാ ലഭ്യതേ. ജീവികൾക്ക് നരജന്മം കിട്ടുക എന്നത് തന്നെ വളരെ പ്രയാസകരമാകുന്നു. നരജന്മം കിട്ടിയാൽ പുരുഷനായി പിറക്കാൻ അതിലും പ്രയാസം. സ്ത്രീകളല്ല, ഇതൊന്ന് കേൾക്കണം കേട്ടോ. പുരുഷനായി പിറക്കാൻ വളരെ പ്രയാസം. ഇത് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന, സംശയം വേണ്ട, ഇതൊരു പുരുഷന് മാത്രമേ ഇങ്ങനെ എഴുതാൻ കഴിയും. ഒരു പുരുഷന് മാത്രമേ എഴുതാൻ കഴിയും. എന്നാലേ അവരെ അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്താൻ കഴിയും. സ്ത്രീകളെ അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്താൻ ഒരു സിദ്ധാന്തം വേണ്ടേ? അതിനൊരു സിദ്ധാന്തം വേണ്ടേ? അവരെ കൊണ്ട് തുണി അലക്കിക്കാൻ ഒരു സിദ്ധാന്തം ഉണ്ടാക്കണം. സ്ത്രീകളെ അടിമയാക്കാൻ ഒരു സിദ്ധാന്തം വേണം. ആ സിദ്ധാന്തത്തിൻ്റെ പേരാണ് കർമ്മസിദ്ധാന്തം. നിങ്ങൾ പെണ്ണുങ്ങളായി പോകാൻ കാരണം എന്താണ്? നിങ്ങളുടെ തന്നെ മുജ്ജന്മ പാപകർമ്മ ഫലം കൊണ്ടാണ് നിങ്ങൾ പെണ്ണുങ്ങളായി പോയത്. അതുകൊണ്ടാണ് വിപ്ലവ പത്രം ആയിരിക്കും നമ്മളെല്ലാം വായിക്കുന്നത്. പക്ഷേ അകത്തുനിന്ന് ചായ കൊണ്ടുവരൂ എന്ന് പറയും. എന്താണ്? ഈ സ്ത്രീകളെ അടിമകളാക്കുന്ന വ്യവസ്ഥ നമ്മൾ സ്വാംശീകരിച്ചിരിക്കുക. ഏത് വിപ്ലവ പത്രം വായിച്ചാലും നമ്മൾ ചായ കൊണ്ടുവരൂ എന്ന് പറയും ഈ പുരുഷ കേസരിമാർ. കാരണം എന്താണ്? ഈ സംഗതി സ്വാംശീകരിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് രോഗം വന്നാൽ പൂജ ചെയ്യണം. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടല്ലോ, മണിയടി, പാത്രം കൊട്ടൽ, ചന്ദനത്തിരി കത്തിക്കൽ, പുകയ്ക്കൽ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ രോഗവും കർമ്മസിദ്ധാന്തവും. പാപത്തിൻ്റെ ഫലമാണ് രോഗങ്ങൾ എന്നാണ് കർമ്മസിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത്. പ്രാചീന ധർമ്മശാസ്ത്രകാരന്മാരായ മനുവും വസിഷ്ഠനും വ്യക്തമാക്കുന്നത് രോഗങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന ക്ഷയോന്മുഖമായ അവസ്ഥകളുടെയും കാരണം എന്താണ്? അത് മുജ്ജന്മ കർമ്മഫലമായ പാപമാണ്. ഇഹ ദുശ്ചരിതൈഹി കേചിത് കേചിത് പൂർവകൃതൈസ്തദാ പ്രാപ്നുവന്തി ദുരാത്മാനോ നരാരൂപവര്യം. പൂർവകൃതങ്ങളായ ദുശ്ചരിതങ്ങളുടെ ഫലമായി ദുരാത്മാവായ നരൻ രൂപവര്യത്തോടെ ജനിക്കുന്നു. ഇപ്പം രോഗം ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപകർമ്മങ്ങളുടെ ഫലമാണ്. അപ്പോൾ ചികിത്സ വേണ്ടല്ലോ, ആരെയും ചികിത്സിക്കുകയും വേണ്ട. ഇത് ഇന്ത്യൻ ബ്രാഹ്മണ്യം ഉണ്ടാക്കിയ മറ്റൊരു സാധനമാണ്. ഇന്ത്യയിലെ ബഹുജനങ്ങളെ, കീഴാളരാക്കപ്പെട്ട മനുഷ്യരെ രോഗാതി ദുരിതങ്ങളുടെ കയങ്ങളിലേക്ക് തള്ളിവിട്ടത് എങ്ങനെയാണ്? നിങ്ങളിത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ഷുഗർ വന്നെങ്കിൽ കാരണം എന്താണ്? കഴിഞ്ഞ ജന്മം ഞങ്ങളുടെ സ്വർണ്ണം നിങ്ങൾ അപഹരിച്ചു. അപ്പം നീ ഇത് അനുഭവിക്കണം. നീ ദശമൂലാരിഷ്ടം കുടിക്കണ്ട, അഭയാരിഷ്ടം നീ കുടിക്കണ്ട. ഞാൻ അന്നത്തെ ചികിത്സയെ പറ്റിയാണ് പറയുന്നത്. അഭയാരിഷ്ടവും ദശമൂലാരിഷ്ടമൊക്കെ. ഇന്ന് അഭയാരിഷ്ടം കഴിച്ചാൽ എന്താണ് ഗതി എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഞാനതിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല. അപ്പം ഇതാണ് പുരാകാല പ്രമീതാനാം പാപാത് വിവിധ കർമ്മണാം പുനരാപന്ന ദേഹാനാം അംഗം ഭവതി തശ്രുണു സ്തേന കുനകീ ഭവതി ശുത്രീ ഭവതി ബ്രഹ്മ സുരാവഹശ്യാവദന്തസ്തു ദുശ്ചർമ്മ ഗുരുതൽപക ഇതി. പൂർവകൃതങ്ങളായ പാപത്തിൻ്റെ ഫലമാണ് രോഗങ്ങളെന്ന് വസിഷ്ഠധർമ്മസൂത്രം പറയുന്നു. മോഷ്ടാവ് കുനകിയായും, എല്ലാവരും സ്വന്തം നഖം ഒന്ന് പരിശോധിക്കുക. നഖത്തിൽ കുനകമുണ്ട്, നഖത്തിന് വിണ്ടുകീറലൊക്കെ ഉണ്ടെങ്കിൽ കാരണം എന്താണ്? മുജ്ജന്മത്തിൽ മോഷ്ടാവാണ്. ബ്രഹ്മഘാതകൻ ക്ഷിത്രിയായും, മദ്യപൻ കറുത്ത പല്ലോടുകൂടിയവനായി. ഈ ജന്മത്തിൽ ആർക്കെങ്കിലും കറുത്ത പല്ല് വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? കഴിഞ്ഞ ജന്മം മുഴുക്കുടിയനായതുകൊണ്ടാണ് ഈ ജന്മം കറുത്ത പല്ല് വന്നത്. ഗുരുതൽപകൻ ദുശ്ചർമ്മത്തോടു കൂടിയവനായും പിറക്കുന്നു. ഗുരുവിൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവൻ ഈ ജന്മത്തിലെ ത്വക്ക് രോഗം വന്നവനായിട്ട് മാറും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അക്കാലത്ത് നടന്നിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനൊരു വാണിംഗാണ്. പാടില്ല മക്കളെ, അടുത്ത ജന്മം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ത്വക്ക് രോഗം വരും. അപ്പോൾ സമൂഹത്തിൽ ഒരു കാര്യം നടക്കുന്നു, ആ നടക്കുന്നതിനെതിരായിട്ടൊരു വാണിംഗ് കൊടുക്കണം, ഒരു നിയമം കൊടുക്കണം. അതെങ്ങനെ തടയാൻ പറ്റത്തുള്ളൂ? വിശ്വാസത്തിലൂടെ മാത്രമേ തടയാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഇത്തരം ഒരു നിയമം ഉണ്ടായതിൻ്റെ സാംസ്കാരിക പരിസരവും കൂടെ നമ്മൾ ആലോചിക്കണം. ഇപ്പം നിലവിലൊരു മതനിന്ദാ കേസ് എനിക്കെതിരെ
കൊടുത്തിട്ടുണ്ട് ഹിന്ദുത്വവാദികൾ. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളെ അക്കാദമികമായി പോലും സമീപിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ചരകസംഹിതയിൽ പറയും, ചരകസംഹിത ശരീരസ്ഥാനം 1:11:6 നിർദ്ദിഷ്ടം ദൈവശബ്ദേന കർമ്മയത് പൗർവദേഹികം ഹേതുസ്തദപികാലേന രോഗാണാമുപലഭ്യത. ചികിത്സിച്ച് മാറാത്തതും പാരമ്പര്യമായി ലഭിച്ച രോഗങ്ങളും മുജ്ജന്മ കർമ്മഫലമാണ് എന്ന് പറയുന്നത് ഏത് ഗ്രന്ഥമാണ്? ചരകസംഹിത. ചികിത്സിച്ചിട്ട് രോഗം മാറിയില്ല, പിന്നെന്താണ് ഒരു വഴി? കർമ്മഫലമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇതാണ് ചരകസംഹിതയും നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ഇനി പിൽക്കാലത്ത് ഇതാണ് ഗ്രന്ഥങ്ങളുടെ ഒരു പൊതുവായ അവസ്ഥയെങ്കിൽ ഇത് വളരെ പിൽക്കാലത്ത് വളരെ ശക്തമായി ന്യായീകരിക്കപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലും അതിന് തൊട്ടു മുമ്പും 18-19 നൂറ്റാണ്ടുകൾ ഉത്തരാർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന വലിയൊരു ഗ്രന്ഥ സമുച്ചയം തന്നെ ഉണ്ടായി വന്നു. അതിലൊന്ന് തിലകൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാലഗംഗാധര തിലകൻ. അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം രചിക്കുന്നുണ്ട്, ഗീതാരഹസ്യം. ഗീതാരഹസ്യത്തിൽ കർമ്മയോഗം എന്ന പദത്തിന് 3 അർത്ഥമാകാമെന്ന് തിലകൻ പറയുന്നുണ്ട്. ജ്ഞാനമുണ്ടാകട്ടെ ഇല്ലാതാകട്ടെ, ചാതുർവർണ്ണ്യത്തിലെ യജ്ഞയാഗാദി കർമ്മം അഥവാ ശ്രുതിസ്മൃതി വർണ്ണിത കർമ്മങ്ങൾ ചെയ്താലേ മോക്ഷം കിട്ടും. ഗീത 2:45 വ്യാഖ്യാനിച്ചുകൊണ്ട് തിലകൻ പറയുന്നതാണ്. ജ്ഞാനി നിഷ്കാമ ബുദ്ധിയോടെ ചാതുർവർണ്ണ്യത്തിൽ വിധിച്ച കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ഇതിനുത്തരം എന്ന് ഗീത 3:25 വ്യാഖ്യാനിച്ചുകൊണ്ട് തിലകൻ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ എന്താണ് കർമ്മസിദ്ധാന്തം എന്ന് വ്യക്തമായി. കർമ്മസിദ്ധാന്തം ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. തിലകന് യാതൊരു സംശയവുമില്ല. ബ്രാഹ്മണർക്ക് ജ്ഞാനം, ക്ഷത്രിയർക്ക് യുദ്ധം, വൈശ്യർക്ക് കൃഷി കാര്യ സംരക്ഷണം, വ്യാപാരം, ശൂദ്രർക്ക് സേവനം എന്നിങ്ങനെ ഗുണകർമ്മ സ്വഭാവങ്ങൾക്കൊത്ത് വിഭിന്ന ധർമ്മങ്ങൾ ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനല്ല. ഇപ്പം എനിക്ക് പൂജാരിയാണെന്ന് വെച്ചാൽ പറ്റുമോ? ഗീത അനുസരിച്ച് പറ്റില്ല. മനുസ്മൃതിയിൽ പറയുന്നത്, തിലകൻ ഉദ്ധരിക്കുകയാണ്, മനുസ്മൃതിയിൽ പറയുന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ വകുപ്പ് വിഭജനം സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് കുറേ പേർ എന്നും യുദ്ധകല അഭ്യസിച്ച് തയ്യാറായിരിക്കുകയും കുറേ പേർ കൃഷി കച്ചവടം മുതലായവ ചെയ്യുകയും വേണമെന്ന നിഷ്കർഷയോടെ ചെയ്തതാണത്രേ. ഗീതയുടെ അഭിപ്രായവും ഇതുതന്നെ. സംഗതി വ്യക്തമാണല്ലോ. ചണ്ടാളന്മാരെ മാലിന്യം കോരാൻ അങ്ങനെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ആരാണ് നിശ്ചയിച്ചത്? അത് ഗീത തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ചാതുർവർണ്ണ്യ നിയമത്തിൽ ഏതെങ്കിലും ഒന്നില്ലാതായാൽ സമൂഹത്തിന് അത്രയ്ക്ക് അംഗഭംഗം വരികയും അവസാനം നാശമുണ്ടാകുകയും ചെയ്യും. ഇത് തിലകൻ പറഞ്ഞു ഒരുപാട് കാലം കഴിഞ്ഞൊന്നും വിചാരിക്കേണ്ട. ഇന്നലെ കൂടി പാഞ്ചജന്യത്തിലൊരു ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയെ ഏകീകരിച്ചത്, ബ്രിട്ടീഷുകാരാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് എന്ന് ഹിന്ദുത്വവാദികളുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമായ പാഞ്ചജന്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരാണ് ഈ ഏകീകരണത്തെ മുഴുവൻ തടസ്സപ്പെടുത്തിയത്. ജാതി വ്യവസ്ഥ എന്തുണ്ടാക്കി? നമ്മളെ ഏകീകരിച്ചു, നമ്മളെ ഐക്യപ്പെടുത്തി, നമ്മളെ സാഹോദര്യപ്പെടുത്തി, നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടാക്കി. എന്ത്? ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥ ഇന്ത്യ എന്താക്കിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് സമൂഹത്തിലേക്ക് നോക്കിയാൽ വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇപ്പോഴും ശബരിമല ക്ഷേത്രത്തിൽ ഒരു അബ്രാഹ്മണന് മേൽശാന്തിയാകാൻ അനുവദിക്കാത്ത എന്താണ്? ജാതി അസമത്വ വ്യവസ്ഥയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാമ്പാറിൽ കായം കലക്കാനും പട്ടിണി വേണമെന്നാണ് പറയുന്നത്. ബാക്കി ആരും സാമ്പാറിൽ കായ ഇട്ടാൽ സാമ്പാർ ആകത്തില്ലേ? സാമ്പാറാകും, പക്ഷേ അനുവദിക്കത്തില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ, നമ്മൾ ചാലക്കുടിയിലാണല്ലോ ഇരിക്കുന്നത്, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയാകണമെങ്കിൽ എന്ത് വേണം? മലയാള ബ്രാഹ്മണനായാൽ പോലെ ഒരു പ്രത്യേക ഗ്രാമത്തിൽ ജനിക്കണം. എന്താണ് ഗ്രാമത്തിന് ഇത്ര സവിശേഷത? ഏതെങ്കിലും പ്രത്യേക ഗ്രാമത്തിന് പ്രത്യേകമായ സവിശേഷതയുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാതുർവർണ്ണ്യം തിലകൻ്റെ ഗീതാരഹസ്യത്തിൽ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനനെ യുദ്ധത്തിൽ പ്രേരിപ്പിക്കുന്ന വേളയിലും ധർമ്മസജ്ഞ ഈ ലോകത്തിലെ ചാതുർവർണ്ണ്യത്തിൻ്റെ ധർമ്മം എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. സ്വധർമ്മം അഭിചാവേക്ഷ്യ, പിന്നെ സ്വധർമ്മം നിധനം ശ്രേയഃ, പരധർമ്മോ ഭയാവഹ മുതലായ ഉദാഹരണം പ്രാചീന കാലത്ത് ഋഷിമാർ പ്രവൃത്തി വിഭാഗത്തിൽപ്പെട്ട ചാതുർവർണ്ണ്യ രീതി നടപ്പാക്കിയത് സമൂഹത്തിലെ വ്യവഹാരങ്ങളെല്ലാം സരളമായി നടക്കണമെന്ന് ആഗ്രഹിച്ചും ഏതെങ്കിലും വ്യക്തിയിലോ സമൂഹത്തിലോ എല്ലാ ഭാരവും നിക്ഷിപ്തമാകരുതെന്നും സമൂഹത്തിൻ്റെ വളർച്ചയും സംരക്ഷണവും നന്നായി നടക്കണമെന്ന് വിചാരിച്ചാണ്. എത്ര നിഷ്കളങ്കം! ചാതുർവർണ്ണ്യം നടപ്പിലാക്കിയ എന്തിനാണ്? സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്.
എന്നിട്ട് ഇന്ത്യ എന്തുമാത്രം വളർന്നു, എങ്ങനെ വളർന്നു നിൽക്കുന്നു? ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ കേവലം 100 എണ്ണത്തിലൊഴിച്ച് ബാക്കിയുള്ളവർ മുഴുവൻ ബ്രാഹ്മണരാണ്. ഇതെങ്ങനെ സംഭവിച്ചു? സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ദളിതർ പാർലമെൻറ്റിൽ പോയിരിക്കുന്നത്. സംവരണം നിർത്തലാക്കുന്ന അന്നത്തെ ദിവസം ഒരു സംശയം എനിക്കില്ല, ഒറ്റ ദളിതന്മാർ ഇവിടുന്ന് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആകാൻ പോകുന്നില്ല, ഒറ്റയാളും ആകത്തില്ല. എത്ര വിപ്ലവം പ്രസംഗിച്ചാലും നമ്മുടെ വിപ്ലവത്തിനെ മാറ്റരച്ച് നോക്കാം ആ സന്ദർഭത്തിൽ. ഇതാണ് നമ്മുടെ വിപ്ലവം എന്ന് പറയുന്നത്. തനി ജാതിവാദത്തെ ഒരു ഉടയാട അണിയിച്ച് വിപ്ലവമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുകയാണ്. യൂറോപ്പിൽ ചാതുർവർണ്ണ വ്യവസ്ഥ ഇല്ലാതെ സമൂഹം അഭ്യുദയത്തെ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നേരായാലും ഒരു കാര്യം വിസ്മരിക്കരുത്, ചാതുർവർണ്ണ വ്യവസ്ഥ അവിടെ ഇല്ലായിരുന്നെങ്കിലും ചാതുർവർണ്ണയത്തിലെ ധർമ്മജാതി രൂപത്തിലല്ലാതെ ഗുണവിഭാഗ രൂപത്തിൽ ജാഗ്രതയോടെ വർത്തിച്ചിരുന്നത് തന്നെ. ഗീതാരഹസ്യത്തിൽ തിലകൻ പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇവിടെയും വ്യക്തമായി ജാതി കടന്നു വരുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കർമ്മം തന്നെ ജീവിത വിധിയാണ് എന്ന് തിലകൻ ഗീതാരഹസ്യത്തിൽ പറഞ്ഞു വെക്കുന്നു. സ്വഭാവം, ഗുണം എന്നിവയ്ക്ക് അനുരൂപമായി പ്രചലിതമായ ചാതുർവർണ്ണ്യാദി വ്യവസ്ഥകൾ അനുസരിച്ച് ഏത് കർമ്മമാണോ ജീവിതം മുഴുവൻ ചെയ്തു പോരുന്നത്, സ്വാഭാവികമായും ആ കർമ്മം ജ്ഞാനപ്രാപ്തിക്ക് ശേഷവും ജ്ഞാനി ലോകസംഗ്രഹാർത്ഥം ചെയ്യണം. തോട്ടി പണി ചെയ്യുന്ന ആള്, കോട്ടാൻകോട്ടിലാണ് ഞാനിത് പറയുന്നത്, തോട്ടിപ്പണി ചെയ്യുന്ന ആള് ജ്ഞാനം കിട്ടിയാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? തോട്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ അയാൾക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും. ഇന്നത്തെ PhD തീസീസിനെ വെല്ലുന്ന PhD തീസീസുകൾ എങ്ങനെയാണ് ഒരു മനുഷ്യ സമുദായത്തെ എക്കാലവും തളച്ചിടണം എന്നതിനെ സംബന്ധിച്ച് വലിയ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹം കരുതുന്ന തിലകൻ്റെ വ്യാഖ്യാനങ്ങളാണിതൊക്കെ. അതിലെ അയാൾക്ക് നൈപുണ്യം നേടാൻ കഴിയും. ഗാന്ധി പിന്നീട് പറയുന്നുണ്ടല്ലോ, ഒരു തോട്ടിപ്പണിക്ക് നല്ല തോട്ടിയാകാൻ കഴിയും, അയാൾക്ക് മലത്തിനെ പറ്റി അറിയാൻ കഴിയും. അയാൾ മറ്റെന്തെങ്കിലും ചെയ്താൻ ആരംഭിച്ചാൽ സമൂഹത്തിന് ഹാനി ഉണ്ടാവും. ചണ്ടാളൻ പ്രൊഫസറായാൽ എന്ത് സംഭവിക്കും? സമൂഹത്തിന് ഹാനി ഉണ്ടാവും. ആരാണ് പറയുന്നത്? തിലകൻ ഗീതാരഹസ്യത്തിൽ 3:35, 18:47 നോക്കിയാൽ മതി. ഗുണകർമ്മങ്ങൾ ജന്മനിഷ്ഠമാണെന്നും മാറാൻ സാധ്യമല്ലെന്നും തിലകൻ വ്യക്തമാക്കുന്നു. ഈ കർമ്മബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞിപ്പോൾ നടക്കുന്നുണ്ടല്ലോ. തിലകൻ പറയുന്നത് നടക്കുന്ന കാര്യമല്ല, അങ്ങനൊരു സംഗതിയേ ഇല്ല. അതായത് ഒരു ശൂദ്രൻ ബ്രാഹ്മണ ഗുണങ്ങൾ ആർജിച്ചാലും ബ്രാഹ്മണനാവാൻ കഴിയില്ലെന്ന് തിലകൻ വ്യക്തമാക്കുന്നു. ഗുണവിഭാഗം എന്ന ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കൊത്ത് എല്ലാവർക്കും ചെറുതും വലുതുമായ അധികാരം ജന്മസിദ്ധമാണ്. കണ്ടോ, ചെറുതും വലുതും ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുക. ചെറുതെന്താണ് വലുതെന്താണെന്ന് സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോഴാണ് ആ വ്യവസ്ഥയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുക. വിശേഷത കൂടാതെ ചെയ്തു കൊള്ളണം. എന്തെന്നാൽ ഈ ചക്രം ജഗദ്ധാരണത്തിന് ഭഗവാൻ നിർമ്മിച്ചതാണ്. തോട്ടിയായിരിക്കാനും ആദിവാസികൾ എക്കാലവും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യാനും വിധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ ചക്രം ജഗദ്ധാരണത്തിന് ഭഗവാൻ നിർമ്മിച്ചതാണ്, അതുകൊണ്ട് ചോദ്യം ചെയ്യരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കർമ്മമനുസരിച്ച് വർണ്ണം മാറാവുന്നതാണ് എന്ന സിദ്ധാന്തം നിലനിൽക്കുന്ന ഒന്നല്ലെന്നും കർമ്മ പുനർന്ന സിദ്ധാന്തം ഈ വാദത്തെ നിരസിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കർമ്മ പുനർജന്മ സിദ്ധാന്തമനുസരിച്ച് മുജ്ജന്മ കർമ്മഫലമനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ വർണ്ണത്തിലും വന്ന് പിറക്കുന്നത്. ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാലകുലത്തിങ്കൽ ജനിക്കുന്നു എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ വീണ്ടും ഓർക്കുക. പൂർവജന്മ കർമ്മം അനുസരിച്ചാണ് ജന്മം, വർണ്ണം എന്നിവ തീരുമാനിക്കപ്പെടുന്നത്. ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാൽ ഗുണകർമ്മങ്ങൾക്കനുസൃതമായ ജന്മമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് ഗുണകർമ്മം എന്നത് തന്നെ എന്താണ്? ജന്മസിദ്ധമാണെന്ന് സ്പഷ്ടം. കർമ്മം കൊണ്ട് മാറാവുന്നതാണെങ്കിൽ തപസ് ചെയ്ത ശൂദ്രനായ ശംഭുകൻ ബ്രാഹ്മണനാവേണ്ടതായിരുന്നു. ആയില്ല എന്ന് മാത്രമല്ല, ബ്രാഹ്മണ കർമ്മമായ തപസ് ചെയ്തതിന് രാമൻ ശംഭുകൻ്റെ തല വാളുകൊണ്ട് വെട്ടിപ്പിളർക്കുകയും ചെയ്തു. ദ്രോണർക്ക് സ്വന്തം പെരുവിരൽ സമർപ്പിച്ച ഏകലവ്യൻ തൻ്റെ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായില്ല. വില്ലേന്തിയിട്ടും ദ്രോണർ ബ്രാഹ്മണനായി തുറന്നു. ക്ഷത്രിയ വൃത്തിയത പരശുരാമനും ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണനാവാൻ തുനിഞ്ഞ വിശ്വാമിത്രൻ രാജർഷിയായി തുടർന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് വർണ്ണം ജന്മം കൊണ്ടുള്ളതാണെന്ന് തന്നെയാണ്. തന്നെയല്ല, നമ്മൾ ദിവസവും സന്ധ്യയ്ക്ക് ജപിക്കുന്ന കുറേ കീർത്തനങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഭാഗവതത്തിലെ ഒരു കീർത്തനമുണ്ട്,
ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കയ്യിൽ വരുന്നത് കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരിച്ഛിക്കൊല്ല, കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദം എന്തിനു തുച്ഛം നാരായണം ചെയ്യാം. അതായത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം, ഒരു കർമ്മത്തിൻ്റെയും ഫലം ആഗ്രഹിക്കരുത്. സംഗതി വളരെ വ്യക്തമാണല്ലോ. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. നിങ്ങളാരും ശപിക്കരുത്. ആരോടാണ് ഈ പറയുന്നത്? ഈ ഭാഗവത കീർത്തനം എഴുതപ്പെടുന്ന 16-17 നൂറ്റാണ്ട് കാലത്താണ്. അപ്പം അതിൻ്റെ ഒരു ചരിത്ര സാഹചര്യമുണ്ട്. പറയുന്നത് ശൂദ്രരോടാ. ശൂദ്രരെ നിങ്ങൾ കോപിക്കരുത്, നിങ്ങൾ ബ്രാഹ്മണ സേവ തുടരുക. ഇതാണ് ഇതിനൊരു സാംസ്കാരികമായ സന്ദർഭം കൂടിയുണ്ട്. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനസന്ധ്യേന നിത്യഗതി ത്വദ്ഭക്തിവർദ്ധനം ഉദിക്കണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ എന്ന് ഹരിനാമ കീർത്തനത്തിലും നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം എന്താണ്? ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ സാധൂകരിക്കുകയാണ്. മൽകൃതപാപങ്ങൾ എണ്ണിക്കൊണ്ടന്തകൻ നിഷ്കൃപമൂടി അണയുന്നേരം നിൽക്ക ദൂരത്തെന്ന് ചൊല്ലി വന്നെന്നെ നീ രക്ഷിക്ക രാമഹരേ ശരണം എന്ന് രാമായണ 24 വൃത്തത്തിലും നമുക്ക് കാണാം. ഇങ്ങനെ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന നിരവധി പാഠങ്ങൾ നമുക്ക് എഴുത്തച്ഛൻ്റെ കൃതിയിലും നമുക്ക് കാണാം. വർണ്ണാശ്രമ ധർമ്മത്തെയാണ് അടിസ്ഥാനപരമായി ഇതെല്ലാം സാധൂകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നെല്ലാം ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒരു 2 പോയിൻറ്റും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണത്തിൽ നിന്ന് വിടവാങ്ങാം. അത് ഈ ചാതുർവർണ്ണ സൃഷ്ടിയെ 1936 കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തേക്ക് അടുക്കുമ്പോഴാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചൊരു റിപ്പോർട്ട്, അതിലേക്ക് നയിക്കുന്നത് ഈ റിപ്പോർട്ടാണ്. ആ ക്ഷേത്ര വിളംബര കമ്മിറ്റിയിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മയും അംഗമായിരുന്നു. അദ്ദേഹം പറയുന്നത്, ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളെ 4 അംഗങ്ങളിൽ നിന്ന് ഈശ്വരൻ സൃഷ്ടിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് പറയുന്ന കാര്യമാണെന്ന് ആലോചിക്കണം ഇത്. അവരിൽ നിന്നും ബാഹ്യന്മാരായി ചില ജാതിക്കാർ കർമ്മദോഷം കൊണ്ടും പ്രതിലോമ സങ്കരം കൊണ്ടും ഉണ്ടായി വന്നു. അവരെയെല്ലാം ദസ്യുക്കളെന്ന് വേദങ്ങളിൽ പറയുന്നു. വാൽമീകി രാമായണം യുദ്ധകാണ്ഡം അവസാനിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? രാമൻ രാജ്യം പരിപാലിക്കുന്ന കാലത്ത് ആ രാജ്യത്തിൽ ആരുണ്ടായിരുന്നില്ല? ദസ്യുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ എന്താണ് പറയുന്നത്? അവരിൽ നിന്നും ബാഹ്യന്മാരായി ചില ജാതിക്കാർ കർമ്മദോഷം കൊണ്ടും പ്രതിലോമ സങ്കരം കൊണ്ടും ഉണ്ടായി വന്നു. അവരെയെല്ലാം ദസ്യുക്കളെന്ന് വേദങ്ങളിൽ പറയുന്നു. അപ്പോൾ പ്രതിലോമ സങ്കരം വന്നവർ ബാഹ്യജാതിക്കാർ കോട്ടാൻകോട്ട്. ഇവർ എവിടെ ഇല്ലായിരുന്നു? രാമരാജ്യത്തിലില്ലായിരുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത്? നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ അന്വേഷണത്തിന് വിട്ടിരിക്കുക എന്താ സംഭവിച്ചതെന്ന്. ശ്ലോകം കോട്ട് ചെയ്യുന്നുണ്ട് പുന്നശ്ശേരി. ലോകാനാം തു വിവൃദ്ധ്യർത്ഥം മുഖബാഹൂരുപാതതഃ ബ്രാഹ്മണം ക്ഷത്രിയം വൈശ്യം ശൂദ്രം ച നിരവർത്തയൽ ഏകമേവ തു ശൂദ്രസ്യ പ്രഭു കർമ്മസമാദിശൽ ഏതേഷാമേവ വർണ്ണാനാം ശുശ്രൂഷാം അസൂയയില്ലാതെ ശുശ്രൂഷിച്ചോണം. ആരാണ് ചണ്ടാളരെന്നുകൂടി പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചണ്ടാളന്മാരെ പറ്റി യമൻ പറയുന്നതാവിത്: അശുദ്ധ പതിതാജാത ബ്രാഹ്മണ്യം ശൂദ്രജശ്ചയ ചണ്ടാലോ തവുഹോ പ്രോക്ത ബ്രാഹ്മണ്യം ശൂദ്രജശ്ചയ. ഇതുകൊണ്ട് ശൂദ്രൻ നിന്ന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്നവർ മാത്രമല്ല, സഗോത്ര വിവാഹത്തിൽ ജനിക്കുന്നവനും ആരൂഢ പതിരിൽ നിന്ന് ജനിക്കുന്നവനും എന്നാൽ അധികകാലം ധർമാനുഷ്ഠാനം നടത്തിക്കൊണ്ടിരുന്ന് പിന്നെ പതിതനായി നിന്ന് ജനിക്കുന്നവനും ഇങ്ങനെ 3 വിധം ചണ്ടാളന്മാരുണ്ടെന്ന് വരുന്നു. തന്നെ അദ്ദേഹം തുടരുന്നു. പുന്നശ്ശേരി പറയുകയാണ്, ചണ്ടാളന്മാർ 3 തരത്തിലുണ്ട്: മുഖ്യന്മാർ, മധ്യമന്മാർ, ഹീനന്മാർ. അതിൽ ഈഴവർ, ആശാരി മുതലായ ശില്പികൾ ഇവർ ആരാണ്? മുഖ്യരായ ചണ്ടാളന്മാർ. ഇപ്പോൾ നാരായണ ഗുരുവിനെ പുന്നശ്ശേരി ഈ ചണ്ടാളൻ എന്ന് വിളിച്ചത് ഒരത്ഭുതമില്ല. കാരണം അതിനു മുമ്പ് റിപ്പോർട്ടിൽ പുള്ളിക്കാരൻ എഴുതി കഴിഞ്ഞു ഈഴവരാരാണ്, ചണ്ടാളരാണെന്ന് വളരെ കൃത്യമായി എഴുതി. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ടെമ്പിൾ എൻട്രി റിപ്പോർട്ട് കിട്ടും. 1934 ഏപ്രിൽ 21 ടെമ്പിൾ എൻട്രി എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ റിപ്പോർട്ടിലാണ് എഴുതിയിരിക്കുന്ന വാചകങ്ങളാണിത്. വേടൻ, പുലയൻ, പറയൻ മുതലായവർ ഹീനന്മാർ, മറ്റു തീണ്ടൽ ജാതിക്കാരെല്ലാം ചണ്ടാളന്മാരാണെന്ന് സിദ്ധിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള തീണ്ടജാതിക്കാർ മുഴുവൻ ആരാണ്? ചണ്ടാളന്മാരാണ്. ഇവയെല്ലാം കൂടി സൂക്ഷ്മമായി ആലോചിക്കുമ്പോൾ ചണ്ടാള ശബ്ദം
യമവചനപ്രകാരമുള്ള മൂവരിൽ വിശേഷവാചിയായും തീണ്ടലുള്ളവരിലെല്ലാം സാമാന്യമായി വാചിയായും ഇരിക്കുന്നുവെന്ന് വിചാരിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇവർക്കൊന്നും തന്നെ എന്തില്ല, ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ പറഞ്ഞു വെക്കുന്നത്. ഗീത തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പുന്നശ്ശേരി വ്യക്തമാക്കുന്നു, അവരവർക്കുള്ള വിധി നല്ലതല്ലെന്ന് വിചാരിച്ച് അനുഷ്ഠിക്കാതെ തള്ളുന്നതും അന്യന്മാർക്കുള്ള വിധി നല്ലതാണെന്ന് വിചാരിച്ച് അനുഷ്ഠിക്കുന്നതും ദോഷമാണ്. ബ്രാഹ്മണന്റെ ജോലി നല്ലതാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നാളെ മുതലേ പൂണൂരിട്ട് പൂജാരിയാകാൻ പറ്റുമോ? പറ്റില്ല. അത് ചെയ്യാൻ പാടില്ലെന്ന് ആര് പറയുന്നു? സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന പുന്നശ്ശേരി നമ്പിയാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ചില ബ്രാഹ്മണോഹക്കാരുണ്ടല്ലോ, കുഞ്ഞിരാമൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രാഹ്മണോഹമെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, അവരെപ്പറ്റി സി വി അതാണ് പറയുന്നത്. അപ്പം അവരിപ്പോൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ബ്രാഹ്മണൻ്റെ എന്നോടൊരാൾ ചോദിച്ചു, ഞാനിതിനെ വിമർശിക്കുന്നൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, താങ്കൾ ഇപ്പോൾ ബ്രാഹ്മണനാണ്, കാരണം താങ്കൾ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്നില്ല, മനുഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നത്. ബ്രാഹ്മണനാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഏറ്റവും നീചമായ സാമൂഹ്യ വ്യവസ്ഥയെ സ്വാംശീകരിക്കുക എന്നാണ് അതിനർത്ഥം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വ വ്യവസ്ഥയെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണ്യത്തെ സ്വാംശീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ബ്രാഹ്മണ്യത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ മനുഷ്യനാകൂ എന്നുള്ളതാണ്. അപ്പം ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനിഷ്ഠിതാത് എന്ന് തുടങ്ങുന്ന ഗീതാവാക്യം ഉദ്ധരിച്ചുകൊണ്ട് പുന്നശ്ശേരി പറയുകയാണ്, ഈ ഗീതാവാക്യം കൊണ്ട് അന്യധർമ്മത്തെ വളരെ നന്നായി അനുഷ്ഠിക്കുന്നതിനേക്കാൾ ചീത്തയാണെങ്കിലും സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് തന്നെയാണ് അധികം നല്ലതെന്ന് സിദ്ധിക്കുന്നു. ഇപ്പോൾ കക്കൂസ് കോരുന്നവൻ എല്ലാ കാലവും കക്കൂസ് കോരുന്നതാണ് ഉത്തമമായ ധർമ്മം. മനസ്സിലാകും, നമുക്ക് പിടികിട്ടുമല്ലോ. അവർണർ, അദ്ദേഹം തൊട്ടടുത്ത പുന്നശ്ശേരിയുടെ വാചകങ്ങൾ ശ്രദ്ധിക്കണം. അവർണർ ഈ തത്വം മനസ്സിലാക്കാതെ, ഏത് തത്വം? ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾക്കത് നല്ലതല്ല, നിങ്ങൾ തോട്ടിപ്പണി ചെയ്യൂ, അടുത്ത ജന്മം നിങ്ങൾക്ക് നല്ല ഓഫർ കിട്ടും, ബ്രാഹ്മണനാകാനുള്ള ഓഫർ നിങ്ങളുടെ മുമ്പിലുണ്ട്. അവർണർ ഈ തത്വം മനസ്സിലാക്കാതെ ദുരഭിമാനം കൊണ്ടോ മറ്റോ അതിൽ ലംഘിച്ച് പ്രവേശിക്കാൻ ആഗ്രഹിച്ച് പ്രക്ഷോഭം നടത്തുന്നതിലായതിന് അനുകൂലിപ്പാൻ പാടില്ല. ചില അവർണ വിദ്വാൻമാരുണ്ട്, അവരൊക്കെ ക്ഷേത്രം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് ദുരഭിമാനം കൊണ്ടാണ്. ടി.കെ. മാധവനെ പോലെയുള്ളവരെ കണ്ടിട്ടായിരിക്കും പുന്നശ്ശേരി ഇത് പറഞ്ഞിട്ടുണ്ടാവുക. തന്നെയല്ല, അദ്ദേഹം വിഷ്ണു സംഹിത എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ശൂദ്രന് പൂജാധികാരം ഇല്ലെന്ന് കൂടി വാദിക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. വിവേകാനന്ദൻ എങ്ങനെ അതിനെ കണ്ടതെന്ന് വളരെ വിശദമായിട്ട് ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ സമയത്തിൻ്റെ അഭാവം കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. 1925 ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാണല്ലോ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് കർമ്മയോഗത്തെ സംബന്ധിച്ചെന്നല്ല എന്തിനെപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം വിശപ്പിൻ്റെ വിളി വളരെയധികം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 1925 ഗാന്ധി ശിവഗിരി സന്ദർശിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, കർമ്മഫലത്തിൻ്റെ നിയമം ഞാൻ ഇങ്ങനെ സംഗ്രഹിക്കും. ഗാന്ധിയുടെ വാക്കുകളാണ്. ഓരോ ആൾക്കും അയാൾ അർഹിക്കുന്നത് ലഭിക്കും. നമുക്ക് ഏതാണോ പൈതൃകമായി കിട്ടിയിട്ടുള്ളത് അതിന് നാം അർഹരുമാണ്. തോട്ടിക്ക് അത് കിട്ടിയത് അയാൾ അർഹനായതുകൊണ്ടാണ് അത് കിട്ടിയതെന്ന് ആര് പറയുന്നു? സാക്ഷാൽ ഗാന്ധിയാണ് പറയുന്നത്. ഹിന്ദുമതം പാരമ്പര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. ശാസ്ത്രകാരന്മാർക്കും അതിൽ വിശ്വാസമുണ്ട്. ഹിന്ദുമതം ഒരു പ്രായോഗിക ശാസ്ത്രമാണ്. ഗാന്ധിയുടെ വാക്കുകളാണ് കേട്ടോ. വന്ന് പറഞ്ഞത് എവിടാ? 25 ശിവഗിരിയിൽ. അതേ ശാസ്ത്രം തന്നെ, അതേ ഹിന്ദുമതം തന്നെ കർമ്മഫലങ്ങളെ എങ്ങനെ നിരാകരിക്കാമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. വിപരീത സ്വഭാവത്തിലുള്ള കർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിച്ചിട്ടാണ് കർമ്മഫലങ്ങളെ നിരാകരിക്കാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുക. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുറേ നന്മ ചെയ്തെന്നിരിക്കട്ടെ, തിന്മ ചെയ്തെന്നിരിക്കട്ടെ, ആ തിന്മയുടെ ഫലങ്ങൾ ഇല്ലാതാക്കാൻ ഈ ജന്മത്തിൽ അതിനെതിരായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാവിലെ ശ്രീനാരായണ ഗുരുവുമായി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു തോട്ടിയാണെന്ന്.
ഗാന്ധിയുടെ വാക്കുകളാണ്. അധകൃത വർഗ്ഗങ്ങളിൽ താഴെ അറ്റത്താണ് തോട്ടിയുടെ നില. സ്വയം ഒരു തോട്ടിയാണെന്ന് കരുതാൻ എനിക്ക് ലജ്ജയുമില്ല. ഓരോ തോട്ടിയോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് തൻ്റെ തൊഴിലിനെക്കുറിച്ച് അയാൾ ലജ്ജിച്ചുകൂടാ എന്നാണ് ഗാന്ധി അപേക്ഷിക്കുക. ആത്മാർത്ഥമായി സ്വകൃത്യം അനുഷ്ഠിക്കുന്ന തോട്ടി ശുചീകരണ കർമ്മം ചെയ്യുന്നവനാണ്. ഞാൻ സ്വയം എന്നെ നെയ്ത്തുകാരൻ, നൂൽപ്പുകാരൻ, കൃഷിക്കാരൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. സ്വയം എന്ത് വിളിക്കാനും ഒരു പാടുമില്ല. പരിപാടി നടത്താൻ തുടങ്ങുമ്പോഴാണ് പാട്. സ്വയം ആരെയും വിളിക്കാൻ വയ്യാത്. ഞാൻ തോട്ടിയാണെന്ന് പ്രഖ്യാപിച്ചാൽ കാര്യം കഴിഞ്ഞല്ലോ. പിലാത്തോസ് കൈ കഴുകുന്ന പോലെ കൈ കഴിഞ്ഞു. 1925 മാർച്ച് 18 ആലുവ അദ്വൈതാശ്രമത്തിൽ വന്ന് ഗാന്ധി പ്രസംഗിച്ചു. പ്രകൃതിയിൽ വൈവിധ്യങ്ങൾ ഒട്ടേറെയുണ്ട്. ആ വൈവിധ്യങ്ങളിൽ കൂടിയാണ് ഏകനായ ഈശ്വരൻ പലതായിത്തീരുന്നത്. അതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഒരൊറ്റ മതവും ഒരൊറ്റ ജാതിയും മാത്രമേ കാണൂ എന്ന് വന്നാൽ അന്ന് ഈ പ്രകൃതി നിയമങ്ങളൊക്കെ തലതിരിഞ്ഞു പോകും. ഒരു ജാതിയാണെന്ന് വന്നാൽ മനുഷ്യരെല്ലാം ഒരു ജാതിയാണെന്ന് നമ്മെ പഠിപ്പിച്ചു ആര്? സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ. പക്ഷെ ഗാന്ധി പറയുന്നത് എന്താണ്? ഗാന്ധി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? മനുഷ്യരെല്ലാം ഒരു ജാതിയാണെന്ന് വിചാരിച്ചാൽ അന്ന് ഈ വൈവിധ്യമല്ല അവസാനിക്കും. എൻ്റെ പരിമിതമായ വായനയും ചിന്തയും മനനവും കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യ സമുദായത്തിന് വർണ്ണാശ്രമങ്ങളുടെ ചതുർവിധ വിഭജനം കൂടാതെ കഴിയാൻ പറ്റുകയില്ല എന്നാണ്. ഇപ്പം ചാതുർവർണ്ണയം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതികളും അനിവാര്യമായി നിലനിൽക്കും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സഹിഷ്ണുതയായിരിക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം 1927 നവംബർ 24 യങ് ഇന്ത്യയിൽ എഴുതുന്നൊരു കാര്യമുണ്ട്. തുടർന്ന് പറയട്ടെ, ചതുരാശ്രമങ്ങൾ എന്നത് മഹത്വം ഏകമാത്രവുമായ മറ്റൊരു സംഭാവനയാണ്. അതിന് സമാനമായ യാതൊന്നും ഈ ലോകത്തിലില്ല. ഇന്ന് വർണ്ണാശ്രമ ധർമ്മങ്ങളും ഹിന്ദുമത സിദ്ധാന്തങ്ങളും തെറ്റായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നതും ആരാധകരാൽ നിഷേധിക്കപ്പെടുന്നതും. അതിൻ്റെ പരിഹാരം നശിപ്പിക്കലല്ല, തെറ്റുതിരുത്തലാണ്. ചാതുർവർണ്ണത്തെ എന്ത് ചെയ്താൽ മതി? തെറ്റുതിരുത്തിയാൽ മതി. അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നത് എന്താണ്? ഇതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് അംബേദ്കർ പറയുന്നത്. ഗാന്ധി എന്താ പറയുന്നത്? നമുക്കിതിനൊന്ന് പരിഷ്കരിക്കാം. ചാതുർവർണ്ണത്തെ പരിഷ്കരിക്കാമെന്നാണ് ആദ്യം പറയുന്നത്, ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. തന്നെയല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 1936 ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് ആരാണ്? സാക്ഷാൽ ഗാന്ധിയാണ്. സാക്ഷാൽ ഗാന്ധിയാണ് രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അന്നത്തെ ഹരിജനിൽ എഴുതി, ഡോക്ടർ അംബേദ്കർ ഹിന്ദു മതത്തിനൊരു വെല്ലുവിളിയാണ്. ഒരു ഹിന്ദുവായി വളരുകയും ഒരു ഹിന്ദു പ്രഭുവിനാൽ വിദ്യാഭ്യാസം നൽകപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിന് സവർണ ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരോട് വെറുപ്പ് തോന്നി. അല്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും സവർണറുടെ കൈകളിൽ നിന്ന് ലഭിച്ച പരിഗണന മൂലം സവർണ ഹിന്ദുക്കളുടെ മാത്രമല്ല അവരുടെ പൊതുവൈതൃകമായി ഹിന്ദുമതത്തെ തന്നെ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ചു. അദ്ദേഹം തൻ്റെ വെറുപ്പ് മതത്തിൻ്റെ ഭാഗമായ പ്രഘോഷകർക്ക് നേരെയാക്കുന്നതിന് പകരം ഹിന്ദുമതത്തിനെതിരെ തിരിച്ചുവിട്ടു എന്നാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ എതിരായി ഗാന്ധി പറഞ്ഞത്. വർണ്ണവും ആശ്രമവും ജാതിയുമായി ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളാണ്. വർണ്ണത്തിൻ്റെ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാരമ്പര്യ തൊഴിൽ പിന്തുടർന്ന് നേടണമെന്നാണ്. വർണ്ണ നിയമം നമ്മുടെ അവകാശങ്ങളല്ല, കടമകളാണ്. ശൂദ്രൻ്റെ കടമ എന്താണ്? ബ്രാഹ്മണപാത സേവ ചെയ്യുക, അതനുസരിക്കുക. ഇത് പറയുന്ന ആരാണ്? ഗാന്ധി നമ്മളെ ഉപദേശിക്കുകയാണ്. അത് മറ്റൊന്നിനുമല്ല, മാനവക്ഷേമത്തിനിണങ്ങുന്ന തൊഴിലുകളെപ്പറ്റി തീർച്ചയായും പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും താഴ്ന്നതും ഏറ്റവും ഉയർന്ന തൊഴിലുകളെ പറ്റിയും തീർച്ചയായും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ആ ഏറ്റവും ഉയർന്ന തൊഴിലൊക്കെ ആർക്ക് തന്നെയാണ്? ബ്രാഹ്മണർക്ക് തന്നെയാണ്. എല്ലാ തൊഴിലുകളും നല്ലതാണ്, എല്ലാ തൊഴിലും നല്ലതാണ്. പക്ഷേ അംബേദ്കർക്ക് അത് തോന്നിയില്ല. എല്ലാ തൊഴിലും നല്ലതാണെന്നൊരു അഭിപ്രായം ആർക്കുണ്ടായിരുന്നില്ല? ഡോക്ടർ അംബേദ്കർക്കുണ്ടായിരുന്നില്ല. എല്ലാ തൊഴിലുകളും നല്ലതാണ്, നിയമപരമാണ്, പദവിയിൽ തീർത്തും തുല്യമാണ്. ബ്രാഹ്മണൻ്റെ പൗരോഹിത്യ വൃത്തിയും തോട്ടിയുടെ പരിപാടിയും തുല്യമാണ്. അവയുടെ യഥാർത്ഥ നിർവഹണം ദൈവത്തിൻ്റെ മുമ്പിൽ മേന്മയുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, തോട്ടിപ്പണിയൊക്കെ ന്യായീകരിക്കുന്ന ഒരു സിദ്ധാന്തം 1925 ആഗസ്റ്റ് 13 യങ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതി. എൻ്റെ അഭിപ്രായത്തിൽ വർണ്ണാശ്രമം ഏതെങ്കിലും സങ്കുചിതമായ താല്പര്യമല്ല വിഭാവനം ചെയ്യുന്നത്, പകരം അത് തൊഴിലാളികളായ ശൂദ്രർക്ക് ചിന്തകരായ ബ്രാഹ്മണർക്ക് തുല്യമായ പദവി നൽകുകയാണ്. അപാര സിദ്ധാന്തമാണ്. തൊഴിലാളികളായ ശൂദ്രർക്ക് ചിന്തകരായ ബ്രാഹ്മണർക്ക് തുല്യമായ പദവി നൽകുകയാണ് എന്ത് ചെയ്യുന്നത്?
വർണ്ണാശ്രമധർമ്മം. ജാതിയെ ഒരു ദോഷകരമായ സ്ഥാപനമാക്കി പരിഗണിക്കാത്തവരിൽ പെടുന്ന ഒരാളാണ് ഞാൻ. തുടക്കത്തിൽ ജാതി എന്നത് സമഗ്രമായ ആചാരവും ദേശീയ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതുമായിരുന്നു. ജാതി വ്യവസ്ഥ എന്താണ് ചെയ്തത്? ഇന്ത്യയുടെ ദേശീയ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിച്ചു. മിശ്രഭോജനവും അല്ലെങ്കിൽ മിശ്രവിവാഹവും ദേശീയ വളർച്ചയ്ക്ക് ആവശ്യമാണെന്നത് പടിഞ്ഞാറ് നിന്നും കടമെടുത്ത അന്ധവിശ്വാസമാണ്. അപ്പോൾ സഹോദരനേവം മിശ്രഭോജനം കടമെടുത്ത് എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്നും കടമെടുത്ത അന്ധവിശ്വാസമാണ്. ഇത് പറയുന്ന ആരാണ്? സാക്ഷാൽ ഗാന്ധിയാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ളതാണ്. ജാതി വ്യവസ്ഥയാണ് ഹിന്ദുമതത്തെ ജീർണതയിൽ നിന്ന് രക്ഷിച്ചത്. പക്ഷേ മറ്റേത് വ്യവസ്ഥകളെയും പോലെ ഇതിനെയും പല അനാവശ്യ ഘടകങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. 4 വിഭാഗങ്ങളായുള്ള തരംതിരിക്കൽ അടിസ്ഥാനപരവും പ്രകൃതിപരവും ഏറെ ആവശ്യകരവുമാണെന്ന് ഞാൻ കരുതുന്നു. എണ്ണമറ്റ ഉപജാതികൾ ചിലപ്പോഴെല്ലാം ഉപകാരപ്രദമാണെങ്കിലും പലപ്പോഴും അതൊരു തടസ്സമാണ്. ഉപജാതിയൊക്കെ ഒന്ന് ഇല്ലാതാക്കിയിട്ട് ഇത് 4 വർണ്ണമായിട്ടങ്ങ് തരംതിരിച്ചാൽ കാര്യങ്ങൾ ഉഷാറാണെന്നാണ് ആര് പറയുന്നത്? ഉപജാതിയെല്ലാം ഇല്ലാതാക്കണം, സബ് ക്ലാസിഫിക്കേഷൻ ഇല്ലാതാക്കിയിട്ട് എന്ത് വേണം? 4 ആയിട്ട് തിരിച്ചാൽ നമുക്ക് വളരെ എളുപ്പം കാര്യങ്ങൾ നടത്താൻ പറ്റും. ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ബ്രാഹ്മണനായി തുടരുന്നതിൽ ഏറെ ഗുണങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഒരു ബ്രാഹ്മണനെ പോലെ പെരുമാറുന്നില്ലെങ്കിൽ സ്വാഭാവികമായൊരു യഥാർത്ഥ ബ്രാഹ്മണൻ ലഭിക്കുന്ന ആദരവ് അദ്ദേഹത്തിന് ലഭിക്കാതെയാവും. ഹിന്ദുക്കൾ അവരുടെ വിശ്വാസം ആവശ്യപ്പെടുന്നത് പോലെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്ന ബ്രാഹ്മണൻ താഴ്ന്ന വിഭാഗത്തിൽ പുനർജനിക്കുമെന്നും അങ്ങനെ പ്രകൃതി ആ വ്യവസ്ഥയെ നിലനിർത്തുമെന്നും നമുക്ക് മനസ്സിലാക്കാം. അസമത്വം പ്രകൃതി നിയമമാണ് എന്ന് നമ്മുടെ ഒരു സ്വതന്ത്ര ഒരു നാസ്തികൻ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അസമത്വം പ്രകൃതി നിയമമാണ്. അതിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? ഗാന്ധിയിൽ നിന്നാണ്. അസമത്വം പ്രകൃതി നിയമമാണെന്ന് ആദ്യം പറഞ്ഞ ആൾ ആരാണ്? ഗാന്ധിയാണ്. തൻ്റെ ജന്മത്തിൽ ബ്രാഹ്മണന് സമാനമായ ജീവിതം നയിക്കുന്ന ആൾക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണത്വം നൽകപ്പെടുകയും ചെയ്യും. ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ ഗാന്ധിയെ വെച്ചിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ട് സോൾവ് ചെയ്യാം, ഇപ്പോൾ വന്നുകൊണ്ട് ഹിന്ദുത്വവാദികളെ ഗാന്ധിയെ വെച്ചിട്ട് നമുക്ക് പ്രതിരോധിക്കാമെന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. എന്നാൽ കേട്ടോ, ഒരു ഹിന്ദുത്വ പ്രസിദ്ധീകരണം ഏകാത്മ മാനവ ദർശനം സിദ്ധാന്തവും പ്രയോഗവും എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദുത്വ പ്രസിദ്ധീകരണമാണ്. ആ പ്രസിദ്ധീകരണത്തിൽ ഗാന്ധിയുടെ ഈ വിശ്വാസം മുഴുവൻ അവർ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ എഴുതുകയാണ്, മഹാത്മാഗാന്ധി എഴുതുന്നു, മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്തിരിക്കുക, വർണ്ണാശ്രമ വ്യവസ്ഥയെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദു ജീവിത രീതിയെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ലെന്ന് ഏവരും സമ്മതിക്കും. ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ, ഞാൻ സമ്മതിച്ചു. പിന്നെ ഏവരും സമ്മതിക്കുമെന്നൊക്കെ ഗ്രന്ഥകാരൻ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താ നമുക്ക് മനസ്സിലാക്കുന്നില്ല. ഇത് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത്. അതിന് അന്തർദേശീയ പ്രസക്തിയുണ്ട്. എന്നാലോചിച്ച്, ചാതുർവർണ്ണയത്തിന് അന്തർദേശീയ പ്രസക്തി ഉണ്ടെന്ന്. ഭാരതത്തിൽ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായവും വർണ്ണാശ്രമ വ്യവസ്ഥയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ ജാതി വ്യവസ്ഥയ്ക്ക് വർണ്ണാശ്രമ ധർമ്മമായിട്ടല്ല എൻ്റെ ബന്ധമെങ്കിൽ പിന്നെ ഏതുമായിട്ടാണ് ബന്ധം? വർണ്ണാശ്രമ തത്വം എന്ന നാട്യത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ തകരട്ടെ. വർണ്ണാശ്രമധർമ്മം എൻ്റെ നിർവചനത്തോട് ഒത്തുപോകുമെങ്കിൽ മാനവരാശിയുടെ എല്ലാ തരത്തിലുമുള്ള സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തും. വർണ്ണാശ്രമം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തും. ഇന്ത്യയുടെ സാമൂഹിക ക്രമം വിവരിക്കുന്നതിൽ ഉറച്ച വിശ്വാസം ഗാന്ധിജിക്കുണ്ടായിരുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥയെ വർണ്ണാശ്രമ ധർമ്മം എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഗാന്ധിജി ഹിന്ദു ജീവിത രീതിയുടെ സർവധർമ്മ സമഭാവം എന്ന തത്വമാണ് ഉയർത്തിക്കാട്ടിയത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എങ്ങനെയാണ് ഹിന്ദുമത ജീവിത രീതിയുടെ സർവധർമ്മ ഭാവന എന്ന് പിടികിട്ടുന്നേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് പൃഥ്വിരാജ ചൗഹാൻ അവതരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനാണെന്ന് പൃഥ്വിരാജ വിജയത്തിൽ പറയുന്നുണ്ട്. AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ടിപ്പു സുൽത്താനും മുസ്ലിങ്ങളും കേരളത്തിലേക്ക് വന്നപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് കേരളവാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനെയെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ ഇതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും ബാഹുവിൽ നിന്ന് ക്ഷത്രിയനും
ഊരിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? മരം പൊട്ടി ഉണ്ടാകും പോലെയോ എന്ന് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ ഇതിനെ കൃത്യമായി, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ തന്നെ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചാതുർവർണ്ണ ധർമ്മ വ്യവസ്ഥയുമായും വർണ്ണാശ്രമ വ്യവസ്ഥയുമായും അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർമ്മസിദ്ധാന്തവും പുനർജന്മ സങ്കല്പവും അതുമായി ബന്ധപ്പെട്ട എല്ലാ അമ്മുമ്മ കഥകളും ഇന്ത്യയിൽ ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട അടയാളവാക്യമാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഫേവർ ഓഫ് നാഷണാലിറ്റി എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, ജാതി സമ്പ്രദായം ഒരു ഹിന്ദു രാഷ്ട്രത്തെ തിരിച്ചറിയാനുള്ള സവിശേഷ അടയാളമാണെന്ന് സവർക്കർ എഴുതുന്നത് അതുകൊണ്ടാണ്. പ്രകൃതിദത്തമായ അവശ്യ ഘടകമാണ് ജാതി എന്നും സവർക്കർ പറഞ്ഞു വെച്ചു. അപ്പോൾ ജാതി സമ്പ്രദായം നിലനിൽക്കുന്നത് അതിൻ്റെ വിശിഷ്ടമായ രക്തത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെയാണെന്നും ആര് പറഞ്ഞു വെക്കുന്നു? സവർക്കർ പറഞ്ഞു വെക്കുന്നു. വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ ഗോൾവാക്കർ പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ശരീരമാണ് ജാതി, അതിൻ്റെ തകർച്ചയോടെ രാഷ്ട്രം നിലവിലില്ലാതെയാകുന്നു. ഗോൾവാക്കർ പറഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇന്നലെയും നമ്മൾ എന്താണ് കേട്ടത്? രാഷ്ട്രത്തിൻ്റെ ശരീരമാണ് ജാതി എന്ന് മറ്റൊരു നിലയ്ക്ക് ഇന്നലെ കൂടി പാഞ്ചജന്യത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജാതിയാണ് ഇന്ത്യയെ ഏകീകരിച്ചത് എന്ന്. അപ്പം നമ്മുടെ ജാതിബോധം നമ്മുടെ മതത്തിൻ്റെ സന്തതിയാണ്. അതിനെ മതത്തിൻ്റെ ശരീരത്തിൽ നിന്നും വേർതിരിച്ച് കാണാനാവില്ല എന്നുകൂടി ഗോൾവാക്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട്, ഈ കർമ്മസിദ്ധാന്ത ബന്ധിതമായ കാര്യങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ, നാരായണ ഗുരുസ്വാമികളും ഒക്കെ തന്നെ രംഗത്ത് വന്നിട്ടുള്ള. അദ്ദേഹം പരിവർത്തനം എന്ന് പറയുന്ന കവിതയിൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, മറ്റുള്ള മനുഷ്യരെ താണവരാക്കി നിർത്തി മുറ്റുമേ സ്വാർത്ഥം കാണാൻ ബ്രാഹ്മണൻ പണിതുള്ള നിഷ്ഠൂര വിദ്യതാ നിൽക്കുന്നീ രാജ്യത്തിൻ്റെ ദുർഭഗ സ്ഥിതിക്കൊക്കെ ഏകമാം നിദാനമായി. ഹൈന്ദവമാം മതം, സനാതന ധർമ്മം, പിന്നെ വർണ്ണാശ്രമധർമ്മം എന്നീ വകപ്പേരുകളാൽ അറിയപ്പെടുന്ന ദുർജ്ഞേയം നരനിന്ദാ നിയമം പരസ്യമാം ജനവഞ്ചനാശ്രമം. അപ്പോൾ ഇത് പരസ്യമായ ജനവഞ്ചനയാണ് എന്നാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെച്ചത്. ഒരു തൊഴിൽ പ്രത്യേക വർണ്ണത്തിൻ്റെ കുത്തകയായാൽ ആ തൊഴിൽ അധപ്പതിക്കുമെന്ന് ഗുരു സോദാഹരണം നമ്മളോട് പറഞ്ഞു. മാത്രമല്ല, തോട്ടിയുടെ മകനെന്നും തോട്ടിയും ഡോക്ടറുടെ മകനെന്നും ഡോക്ടറും എന്ന ജീവിത വീക്ഷണം മനുഷ്യനും തമ്മിലുള്ള അസമത്വം സ്ഥിരമായി നിലനിർത്താനേ ഉപകരിക്കൂ എന്നും ഗുരു പറഞ്ഞു വെച്ചു. അപ്പം അതുകൊണ്ട് ഇതിനെ സമ്പൂർണമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഈ കർമ്മസിദ്ധാന്ത ബന്ധിതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യവസ്ഥകളും നമ്മുടെ സമൂഹത്തെ ഭീതിതമായ രീതിയിൽ കാർന്നു നിൽക്കുന്നു. ആ കാർന്നു തിന്നൽ ഒഴിവാക്കണമെങ്കിൽ ഈ കർമ്മസിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ അഗാധമായി നമ്മൾ പഠിക്കുകയും ഇത് ഇന്ത്യയിൽ അസമത്വം നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ, അത്തരമൊരു ആശയത്തിൻ്റെ പ്രചാരണത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ സാഹോദര്യ ജനാധിപത്യത്തെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയൂ. അത്തരത്തിലൊരു സാഹോദര്യ ജനാധിപത്യത്തിൻ്റെ കാലം സ്ഥാപിക്കുന്നതിന് വേണ്ടി, സാഹോദര്യ ജനാധിപത്യം നമ്മുടെ സമൂഹത്തിൽ നിലീനമായൊരു വ്യവസ്ഥയായി മാറുന്നതിന് വേണ്ടി കർമ്മസിദ്ധാന്ത ബന്ധിതമായ വിശ്വാസങ്ങൾ, ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു യുക്തിചിന്തയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താപാത ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച, സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച, നാരായണ ഗുരുസ്വാമികൾ മുന്നോട്ട് വെച്ച, പണ്ഡിറ്റ് കറുപ്പൻ മുന്നോട്ട് വെച്ച ഈ പാതയെ പിന്തുടർന്നുകൊണ്ട് കർമ്മസിദ്ധാന്ത ബന്ധിതമായ ചാതുർവർണ്ണ ആചാര വിശ്വാസങ്ങളെ പൂർണ്ണമായി സാംസ്കാരികമായും സാമൂഹികമായും ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജനാധിപത്യ ശരീരങ്ങളായി മാറാൻ കഴിയുകയുള്ളൂ. അത്തരം ജനാധിപത്യ ശരീരങ്ങളായി, ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ.